അതുകൊണ്ട് അതെ, സാറ് രക്ഷപ്പെട്ടു. ഒരു വോയിസ് ഗ്രൂപ്പിലിട്ടു, അവരോട് അനുഭവങ്ങൾ ഷെയർ ചെയ്തു. ആ ആ ആ ഈ പോകാൻ ആ ആ ആ അത് 2 ദിവസത്തേക്കാണ് സാർ. 28-ാം തീയതി ജോയിൻ ചെയ്തത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ വഴി കമന്റ് ബോക്സിൽ നിന്ന് കിട്ടിയത് ആളെ. പക്ഷെ കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്കും ഗുണമുണ്ടായി, ഞങ്ങൾക്കും ഗുണമുണ്ടായി, ആൾക്കോ അല്ലേ. ശരി നല്ല സാർ. വിഷ്ണുവിനെ പോലുള്ള വർക്കുകൾ ഈ ടീച്ചിങ് ഫീൽഡില് അതെ, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം മൊത്തത്തില് സ്കൂളുകൾ മൊത്തം സ്ത്രീകളുടെ അതിന്റെ അപവാദം എന്നുള്ള രീതിയിൽ ചെറിയ പിന്നെ അത് കിട്ടി. ആ ചോദ്യം കിട്ടി. പ്രൈമറി ക്ലാസ്സിൽ കുട്ടികളാകുമ്പോൾ അവർക്ക് ഒരു മാതൃത്വം പൊതുധാരണ നമ്മുടെ സമൂഹത്തിൽ പിന്നെ ബാക്കിയുള്ള ഒരു സിവിൽ സർവീസിന്റെ അത്രയും പിന്നെ ടെൻഷൻ ഒന്നും ഇല്ലാത്ത ഒരു പ്രൊഫഷനായിട്ടാണല്ലോ ടീച്ചിങ്ങിനെ കാണുന്നത്. മറ്റ് ഫീൽഡുകളിൽ കാണുന്ന ടെൻഷൻ ഒന്നും ഇല്ല. ടീച്ചർ പീപ്പിൾ റിലേഷനിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പിന്നെ അത് മാത്രമല്ല, വേറെ അതൊന്നും കയറി വിദ്യാർത്ഥി ബാക്കിയിരിക്കുന്നവർക്ക് പറഞ്ഞാലല്ലേ 2 മാസം അത് തെറ്റിദ്ധാരണയാ. പിന്നെ അത് എങ്കിലും ഇതൊക്കെ അതിന് ഉള്ളടങ്ങി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അല്ല, ഇപ്പൊ ഓരോ വർഷം കൂടുന്നവരും റിസ്ക് കൂടുവാണ് യഥാർത്ഥത്തിൽ. ശരി സാർ, തുടങ്ങി. ടീച്ചിങ്ങിനകത്ത് പ്രവർത്തന പേജ് പ്രതികരണ പേജും ഉണ്ടല്ലോ. 2 പേജുകളാണ്. 2 പേജുകളാണ് ടീച്ചിങ് മാനുവൽ. ഇതിന് രണ്ടിനും തുല്യ പ്രാധാന്യമാണോ അതോ വാഞ്ചന തുല്യ പ്രാധാന്യമാണ്? തുല്യ പ്രാധാന്യം അങ്ങനെ പറയാൻ കാരണം, അങ്ങനെ പറയാനുള്ള കാരണം തുല്യ പ്രാധാന്യം പ്രവർത്തന പേജാണല്ലോ. ക്രിയേറ്റീവ് ആയിട്ടൊരു ടീച്ചർ ചെയ്യുന്നത് പ്രവർത്തന പേജാണ്. ആക്ടിവിറ്റി കോളം പ്രവർത്തനത്തിനനുസരിച്ചാണല്ലോ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ടീച്ചർ എന്ന നിലയിൽ നമ്മൾ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണോ നൽകുന്നത് അതിനനുസരിച്ചായിരിക്കും കുട്ടികൾ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അത് രണ്ടിനും തുല്യ പ്രാധാന്യം എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രതികരണ പേജ് ഉണ്ടാവും. 2 തരത്തിലാണല്ലോ പറയുന്നത്. പ്രതികരണ പേജ് പ്രതികരണ കോളം കോളം അത് എഴുതുന്നത് കൊണ്ട് അത് ചോദ്യം ഞാൻ കേട്ടതാണ്. അത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ എഴുതണം അതോ പിന്നീട് എഴുതിയാൽ മതി? പിന്നീട് എഴുതിയാൽ മതി. അപ്പോഴേക്ക് നമ്മളൊരു 3 പീരീഡ് ക്ലാസ് എടുക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പീരീഡ് ചോദിക്കാൻ കൂടി ഒരു മോക്ക് ഇന്റർവ്യൂവിൽ എന്റെ കൂടി സാർ ചോദിച്ചതാണ്. ചോദിച്ചിട്ടൊക്കെയാണ് അങ്ങനെ എഴുതി കഴിഞ്ഞ് 2 പീരീഡ് കഴിയുമ്പോഴത്തെ നമ്മൾ 4-7 കാര്യങ്ങളെല്ലാം മറന്നു നോക്കി എന്താണ് സംഭവിച്ചത്. സാറേ, ക്ലാസ് ടീച്ചർ സിസ്റ്റം ആണ് വേണ്ടത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. നിലവിലെ ക്ലാസ് ടീച്ചർ സിസ്റ്റം ആണ് വേണ്ടത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ ഒരേ ക്ലാസ് ടീച്ചർ തന്നെയാണ്, ഒരു ടീച്ചർ തന്നെയാണ് ഒരു ക്ലാസ്സിന് അസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സൗകര്യത്തിന് അത് ടീച്ചർ സബ്ജക്ട് വൈസ് പോകാതിരിക്കുന്നതാണ് കുട്ടികളെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ നല്ലത്. ഒരു ക്ലാസ് ആസ്വദിച്ചെടുക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഇപ്പോഴുള്ള നയം പിന്നെ ക്ലാസ് ടീച്ചർ സമ്പ്രദായം തന്നെ ആണെന്നാണ് എന്റെ അറിവ്. എന്റെ അറിവിൽ അതിന് മാറ്റമില്ല, പക്ഷേ ടീച്ചേഴ്സ് അതിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഒരു ടീച്ചർ തന്നെ 4 10 മണി മുതൽ 4 മണി വരെ ഒരു ടീച്ചർ തന്നെ പഠിപ്പിക്കുക
അത് രണ്ട് വശമുണ്ട് അതിന്. ഒന്ന്, കുട്ടികൾ ടീച്ചറെ തന്നെ കണ്ട് ഒരാളുടെ മാത്രം കഴിവുകൾ കിട്ടുന്നു എന്ന ഒരു രീതിയുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ കുട്ടികൾക്ക് അമ്മയോടുള്ള അടുപ്പമാണ് പ്രൈമറി തലത്തില് ടീച്ചറോട്. അപ്പൊ അത് സ്വന്തം ടീച്ചർ തന്നെ വരണം, ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റാത്ത ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളുണ്ട്. എന്റെ മോനൊക്കെ ആ ഗണത്തിൽ പെടുന്നതാണ്. അപ്പൊ അങ്ങനെയും അനുഭവം ഉണ്ട്. അത് ടീച്ചേഴ്സിനെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. പിന്നെ വ്യത്യാസങ്ങൾ കൊടുക്കുക, നമ്മൾ ബോറടിപ്പിക്കാത്ത തരത്തിൽ കുട്ടികൾക്ക് അനുഭവങ്ങൾ കൊടുക്കുക. നിരന്തര പഠിതാവായ ഒരു അധ്യാപകന് കൂടുതൽ അറിവുകൾ കുട്ടികളിൽ വ്യത്യസ്തമായി എത്തിക്കാനാകും എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ മറ്റേ ഡ്രോബാക്ക് എന്താണ്? നമുക്ക് 10 മണി മുതൽ 4 മണി വരെ ക്ലാസ്. അതിന്റെ ഒരു ഡ്രോബാക്ക് പരിമിതി എന്താ? പരിമിതി എന്നുള്ളത് ഡീമെന്റ് എന്താ? ഇപ്പം ആ ഒരു ക്ലാസ് നമ്മൾ അങ്ങനെ എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ടൊരു ആസൂത്രണം നമുക്ക് വേണം. ആ ദൈനംദിന ആസൂത്രണം നടത്തുമ്പോഴത്തേക്ക് കൃത്യമായിട്ടൊരു ആസൂത്രണം നടത്തിയിട്ട് പോയെങ്കിൽ മാത്രമേ കുട്ടികൾ ആ ഉന്നയിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് കൃത്യമായി ഉത്തരം നൽകാൻ കഴിയുള്ളൂ. നമുക്ക് അവരുടെ സംശയങ്ങൾ നമുക്ക് തീർത്തു കൊടുക്കാൻ കഴിയുള്ളൂ. എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഒരു പിന്നെ എന്റെ ഒരു പരാധീനത, ഭീകരത ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു നെഗറ്റീവ് വശം എന്താ? വിഷ്ണു ഒരു ക്ലാസ്സിൽ പോകുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അനുജ പോകും, എന്നിട്ട് അമൃത പോകും. ഇതിനകത്തൊരു സൈക്കോളജിക്കൽ വശങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞിട്ട് അങ്ങനെ അതേ നമുക്ക് മാറ്റിയെടുത്താണ് പിന്നീട് ഈ 1994 DPP എന്ന് പറയുന്ന പ്രോജക്റ്റ് വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു രീതി ആകുന്നതാണ് നല്ലത്. കാരണം ഒരു കുട്ടിയുടെ ഒരു ടീച്ചർ ആകുമ്പോൾ ആ ടീച്ചറിന് മൊത്തത്തില് ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും എല്ലാ ചലനങ്ങളെയും, അതോടൊപ്പം തന്നെ അവരുടെ പരാധീനതകളും അതോടൊപ്പം തന്നെ മേൽക്കോട്ടും സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എല്ലാം തിരിച്ചറിയാൻ വേണ്ടി ആ ടീച്ചർ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ സൈക്കോളജിക്കൽ ആസ്പെക്ടിന്റെ അങ്ങനെ കൊണ്ടുവന്നു. അതിനുശേഷം വീണ്ടും അതിനകത്ത് ഒരു പരാധീനത ഉള്ളത് ശരിക്കും പറഞ്ഞു വിരസത ഉണ്ടാകുന്നത് ഒരു ഡ്രോബാക്ക്. പിന്നുള്ളത് എത്ര നല്ല ടീച്ചറാണെന്ന് പറഞ്ഞാൽ ഒരു ഏതെങ്കിലും കുറെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ഈ ടീച്ചേഴ്സിനെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ആള് മാറി വരുന്ന പോലെ ഉള്ള ഒരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ താല്പര്യമോ ഒരു എഫക്റ്റോ അതിനകത്ത് ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു ഡ്രോബാക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല ടീച്ചേഴ്സ് വരുമ്പോഴത്തേക്ക് പല ടീച്ചിങ് സ്റ്റൈലല്ലേ. അപ്പോൾ ഒരു ടീച്ചർ ആകുമ്പോൾ അത് ഒരേ രീതിയിലായിരിക്കും എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നത്. പല ടീച്ചേഴ്സിന്റെ ടീച്ചിങ് സ്റ്റൈൽ വ്യത്യാസമാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് അതിനൊരു മാറ്റം ഉണ്ടാകുമല്ലോ. അതെ അതെ സാർ. ഇപ്പം അനുജ പോകുന്നു, പിക്സിനെ പോകുന്നു, ഇവരെ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലില്ലായിരുന്നു. സാറിന്റെ ക്ലാസ്സിലില്ലാത്ത കുറച്ച് പേരുണ്ട്. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യണേ, ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. പിന്നെ സന്തോഷം. പുതുതായിട്ട് ഈ നമ്മുടെ ചർച്ചയില് ഒരു പിന്നെ സ്വാഗതമൊക്കെ പറയും. നേരത്തെ ഒന്നും അറിയില്ല. അപ്പൊ ശ്രദ്ധിക്കട്ടെ. അപ്പൊ എന്നെ പരിചയം ഉണ്ടാവും ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഈ ടീച്ചറിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടീച്ചർ പേഴ്സണാലിറ്റി ഉണ്ട്, അധ്യാപക വ്യക്തിത്വം. ആ അധ്യാപക വ്യക്തിത്വം ഭയങ്കര ഡിഫറൻസാണ്. ഇതിരിക്കുന്ന ഒരു 12 പേരോളം അല്ലെങ്കിൽ ഒരു 15 പേരോളം വിഷ്ണു ഉൾപ്പെടെയുള്ള അധ്യാപകരിൽ ജെൻസായാലും വ്യക്തിത്വങ്ങൾ വ്യത്യസ്തമാണ്. ഇത് വരുമ്പോൾ നമുക്കൊരു കുറച്ചൊരു മനഃശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാട് വന്നാൽ ഒരു ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റിയിലേക്ക് പോകണമെങ്കിൽ വ്യത്യസ്ത വ്യക്തിത്വങ്ങളുമായിട്ട് കുട്ടി ഇന്ററാക്ട് ചെയ്യാം. ഒരു ടീച്ചറിനോട് 10 മണി മുതൽ 4 മണി വരെ ഇന്ററാക്ട് ചെയ്യുന്നതിനേക്കാൾ അങ്ങനൊരു കാര്യം ഇന്ററാക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് മറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ ഉണ്ടാകുന്ന ചില ന്യൂനതകൾ മറ്റൊരു ടീച്ചറിന് ഓവർകം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നികത്താൻ കഴിയുമെന്നുള്ള ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് കൂടി
വ്യത്യസ്ത വിഷയങ്ങൾ വ്യത്യസ്ത ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിലുണ്ട് എന്നുള്ളത് പറഞ്ഞ് നിങ്ങൾ സമർത്ഥിക്കണം. അത് നമ്മുടെ സിസ്റ്റത്തിനെതിരാണെങ്കിൽ പോലും ഇത് വളരെ മോശമായ ഏർപ്പാടാണെന്ന് പറഞ്ഞ് വെച്ചാൽ ഇപ്പൊ ക്ലാസ് ടീച്ചർ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ മോശമായ ഏർപ്പാടാണ്, പിന്നെ ഇങ്ങനെയാണ് നല്ലത് എന്നുള്ളതാണ്. ഇങ്ങനൊരു സൈക്കോളജിക്കൽ ആസ്പെക്ട് കൂടി പിന്നെ ടീച്ചേഴ്സിനെ വിഷയാടിസ്ഥാനത്തിൽ ടീച്ചേഴ്സിനെ മാറ്റി കൊടുക്കുന്നതിൽ ഉണ്ടാകുന്നതാണ്. അത് മാത്രമല്ല, പല ടീച്ചേഴ്സിനും പല വിഷയങ്ങളാണ് താല്പര്യം, വളരെ ഇൻട്രസ്റ്റോടുകൂടി. ചില ആൾക്കാർ മലയാളം എടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. ആ മലയാളം എടുക്കുന്ന അതേ ടീച്ചർ തന്നെ അതേ ആംബിയൻസിൽ പരിസരപഠനം എടുക്കാൻ ശ്രമിച്ചത് നിങ്ങൾക്കറിയാലോ. അത്രയേറെ ഇനി പോട്ടെ, പരിസരപഠനം മലയാളം മാത്തമാറ്റിക്സ് എടുക്കുമ്പോൾ ചിലപ്പോൾ തീരെ ശരിയാവാത്ത കുറെ ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ അവരെ കൊണ്ട് എല്ലാ വിഷയങ്ങളും എടുപ്പിക്കുമ്പോൾ അതിൻ്റെതായ പ്രോബ്ലം ക്ലാസ് റൂമിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒറ്റ ഒരു ടീച്ചർ തന്നെ കാര്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടിയുടെ ബലഹീനതകളും അതോടൊപ്പം തന്നെ പിന്നെ സ്ട്രെങ്തും നല്ലതുപോലെ തിരിച്ചറിയാം. ഒരു ടീച്ചർ നിരന്തരം കുട്ടികളുമായിട്ട് ഇടപെടുകയാണെങ്കിൽ സാധിക്കുമെന്നുള്ള നല്ലൊരു പോസിറ്റീവ് വശം കൂടി ക്ലാസ് ടീച്ചേഴ്സിനുണ്ട് എന്നുള്ളത് നിങ്ങൾ അതിനെ സമർപ്പിക്കും. സാർ 1-2 ക്ലാസ്സുകളിൽ ഇത് കുറച്ച് ബെറ്ററായിരിക്കും. 3-4 ക്ലാസ്സിൽ എത്തുമ്പോൾ ടീച്ചേഴ്സ് മാറി വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. തീർച്ചയായും 1-2 ക്ലാസ്സുകളിൽ 1-2 ക്ലാസ്സുകളിൽ ഒരു ഇന്റഗ്രേഷൻ ആണല്ലോ പോകുന്നത്. ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഉദ്ഗ്രഥനം എന്ന് പറയുന്ന ഒരു ഏർപ്പാടാണ് പോകുന്നത്. അവിടെ ഒരു ക്ലാസ് ടീച്ചർ സിസ്റ്റം നല്ലതായിരിക്കും. കാരണം ഞാൻ കൂടെ പിന്നെ ഇന്റഗ്രേറ്റഡ് സ്റ്റൈലിൽ തന്നെ കൊണ്ടുപോകാൻ ടീച്ചറിന് കഴിയണം എന്നുള്ളതാണ്. ആകാം ക്ലാസ് വരുമ്പോൾ അത്യമിതമായി ടീച്ചേഴ്സ് മാറി വരുന്നതായിരിക്കും കുറച്ച് ഉചിതം എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് എന്ന് നിങ്ങൾ പറഞ്ഞ് സമർപ്പിക്കണം. പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാഴ്ചപ്പാടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അങ്ങനെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനുള്ളത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ടെന്ന് കേൾക്കുന്ന ആളിന് തോന്നത്തക്ക രീതിയിൽ പറഞ്ഞ് സമർപ്പിക്കേണ്ടതാണ്. ഈ പ്രതിഫലനാത്മക കുറിപ്പ് ടീച്ചറിന്റെ കുറിപ്പാണോ? അങ്ങനൊരു പേര് അഞ്ജലി, നമസ്കാരം. സോറി, ഈ റിഫ്ലക്ഷൻ നോട്ട് എന്നൊരു പേര് കൊടുക്കണ്ട. ആരുടെ പ്രതിബന്ധമാണ്? കുട്ടിയുടെ പ്രതിബന്ധമാണോ ടീച്ചറിന്റെ പ്രതിബന്ധമാണോ? മാറ്റങ്ങൾ വരുത്താൻ ടീച്ചറാണ് പ്രതിഫലിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ശരിക്കുമുള്ള ഒരു ക്രിയേഷൻ, ഒരു ക്രിയേറ്റിവിറ്റി കാണുന്നത് ടീച്ചറിന്റെ ക്രിയേറ്റിവിറ്റിയാണ്, കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിയാണ്. ടീച്ചറിന്റെ ക്രിയേറ്റിവിറ്റിയാണ്. പ്രതിബന്ധാത്മക കുറിപ്പില് കുട്ടിയുടെ പ്രതികരണങ്ങളെ വെച്ചുകൊണ്ടാണ് എഴുതുന്നതെങ്കിലും അവിടെ ക്രിയേറ്റിവിറ്റി കാണുമ്പോൾ ടീച്ചറിന്റെ ക്രിയേറ്റിവിറ്റി ആകുമ്പോൾ തുടർന്ന് ഈ ഡ്രോബാക്സ് എല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി എന്താണ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രതിഫലനമാണ് ടീച്ചർ അവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ് ഞാൻ എനിക്ക് എന്തെല്ലാം കുഴപ്പങ്ങളാണ് സംഭവിച്ചില്ല. 4 കേടുകേടുമായിട്ടാണ് പോയത്. അവിടെ ചെന്ന് പഠന പ്രവർത്തനം കൊടുത്തു കഴിഞ്ഞപ്പോഴും തീരെ ഇൻസഫിഷ്യന്റ് ആയിരുന്നു. അത് തീരെ സഫിഷ്യന്റ് അല്ലായിരുന്നു ആ കേട്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ പിന്നെ ആ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പഠന പ്രവർത്തനം നൽകുന്നതിന് വേണ്ടി കേടുകളുടെ കറക്റ്റ് ഇങ്ങനൊരു പിന്നെ ശ്രദ്ധ എനിക്ക് ഉണ്ടാവേണ്ടതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ടീച്ചർ ഉണ്ടാവും. അത് ടീച്ചർ ആ റിഫ്ലക്ഷനിൽ സൂചിപ്പിക്കുന്നു. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ അതിന് വേണ്ടുന്ന റെമഡി നമ്മൾ റെമഡി കണ്ടുകൊണ്ട് ക്ലാസ്സിലേക്ക് പോകുന്നു. എന്താണ് ഈ അനുരൂപീകരണ ടീച്ചർമാർ എന്നെഴുതിയിട്ടുണ്ട്. അനുരൂപീകരണ ടീച്ചർമാർ ഭിന്നശേഷിക്കാരെ കുട്ടികളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ അവർക്ക് കൂടെ കൊണ്ടുപോകുന്ന ടീച്ചർമാർക്കാണ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളും വരത്തില്ലേ സാറേ? ഗിഫ്റ്റഡും വരും. ഭിന്നശേഷി വിഭാഗത്തിൽ ഇപ്പം എത്ര വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? 40. ഓക്കെ, 21 ഭിന്നശേഷിക്കാരെയാണ്.
ഈ എന്താണ് മൈക്രോ ടീച്ചിങ് എന്നുള്ളത്? ഒരു ചെറിയ മൈക്രോ ടീച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് അറിയാമായിരുന്നു, മുമ്പ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. കുട്ടിക്ക് വേണ്ടിയോ ടീച്ചറിന് വേണ്ടിയോ? ടീച്ചർക്ക് വേണ്ടി എന്ത് സാധ്യമാക്കാൻ പറ്റുമോ? ടീച്ചിങ് സ്കില്ല് ആവാൻ വേണ്ടിയിട്ട് ബോധന നൈപുണ്യം, ബോധന നൈപുണ്യം ടീച്ചിങ് സ്കിൽസ്, ബോധന നൈപുണ്യം അല്ലെങ്കിൽ ടീച്ചിങ് സ്കിൽസ്. ഒരു 2-3 ടീച്ചിങ് സ്കില്ലുകൾ പറഞ്ഞു. അംഗീകൃത ടീച്ചിങ് സ്കില്ലുകൾ, ബോധന നൈപുണ്യം അങ്ങനെ നമുക്ക് സാധ്യമാകട്ടെ. ഞാൻ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സിന് ക്ലാസ് റൂമിൽ പോകുന്നതിന് തൊട്ട് മുന്നോട്ടായിട്ട് ടീച്ചിങ് പ്രാക്ടീസ് സമയത്ത് ശരിക്കും ട്രെയിനിങ്ങിനൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ക്ലാസ് എടുത്തതിനെ കുറിച്ചൊക്കെ ഒരു ഓർമ്മ ഉണ്ട്. അതിന്റെയൊക്കെ ഇപ്പം പറഞ്ഞു വലിയ ടീച്ചറായെങ്കിലും ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചിങ്ങിന്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് കൈ എവിടെ വെക്കണം, കാല എവിടെ വെക്കണം, സാരിയുടെ തുമ്പ് എവിടെ പിടിപ്പിക്കണം എന്നൊക്കെയുള്ള വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായി. എവിടെ ഓടെ നിൽക്കണോ അതോ സെന്റർ നിൽക്കണോ സൈഡിൽ നിൽക്കണോ, എന്ത് ചോദ്യം ചോദിക്കണം, ചോദ്യം ചോദിച്ചിട്ട് എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ഒരുപാട് മൂലാമാനങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ബോധന സമ്പ്രദായം ടീച്ചേഴ്സിന് വേണ്ടി ആവശ്യം. ഇതിനെയാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. DW ഡോയിറ്റ് അലൻ അല്ലെ? ഡോയിറ്റ് അലൻ ആണ് ഇതിന്റെ ഉപജ്ഞാതാവ്. ഡോയിറ്റ് അലൻ മൈക്രോ ടീച്ചിങ്ങിന്റെ ഉപജ്ഞാതാവ്. അധ്യാപക വിദ്യാഭ്യാസം ശരിയായിട്ട് നടത്തുന്നതിന് വേണ്ടി ബോധന നൈപുണ്യങ്ങൾ ടീച്ചിങ് റോബർട്ട് ബുഷ് പറഞ്ഞെങ്കിലും ഡോയിറ്റലിനാണ് അതിന്റെ പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്ത സഹകാരി എന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ ബുഷ് വരുന്നത്. അതിന്റെ ഒറിജിനലാണ് ഡോയിറ്റ് അലൻ. മൈക്രോ ടീച്ചിങ് പുസ്തകത്തിലൊക്കെ രണ്ടുപേരുടെ പേരാ പറഞ്ഞത്. ഞാൻ പഠിച്ച സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാർ, അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ. ഓക്കെ. അപ്പൊ ബോധന നൈപുണ്യങ്ങൾ ഈ വാക്ക് രണ്ടും മറക്കട്ട. ബോധന നൈപുണ്യങ്ങൾ ടീച്ചിങ് സ്കിൽസ് സ്വായത്തമാക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച ബോധന സമ്പ്രദായം പ്രത്യേകിച്ച് അധ്യാപകർക്ക് വേണ്ടിയുള്ളതാണ്. അധ്യാപകർക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല. മൈക്രോ ടീച്ചിങ് പിന്നെ ആവിഷ്കരിച്ച് ഡോയിറ്റലൻ എന്ന് ഓർത്തിരുന്നാൽ മതി. കുട്ടിന്റെ കൂടെ ഓർത്ത് വെച്ചേരെ, കുഴപ്പമില്ല. യെസ്, ഓക്കെ. അപ്പോ ഈ മൈക്രോ ടീച്ചിങ്ങിന് ശരിക്കും ഏതെങ്കിലും ഒരു ക്ലാസ് റൂം ബോധന നൈപുണ്യം പറയാൻ ടീച്ചർ ക്ലാസ് റൂം മാനേജ്മെന്റ് മാനേജ് ചെയ്യുക ഒരു ബോധന നൈപുണ്യം, അത് ടീച്ചിങ് സ്കില്ല. ക്ലാസ് റൂം മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന 40 കുട്ടികളെ നമ്മുടെ 2 ദൃഷ്ടിക്കുള്ളിൽ നിർത്തിക്കൊണ്ട് ആ ക്ലാസ്സിനെ എങ്ങനെ മാനേജ് ചെയ്ത് പോകണം എന്നുള്ളത് ഒരു സ്കില്ലാണ്. മറ്റൊന്ന് ആസൂത്രണം ചെയ്ത ലെസൺ പ്ലാനിങ്. ഈ ലെസൺ പ്ലാൻ ആസൂത്രണം ചെയ്യുന്നത് ഒക്കെ യഥാർത്ഥത്തിൽ ഓർഗനൈസ്ഡ് ബോധന നൈപുണ്യം. മറ്റൊന്ന് ക്വസ്റ്റ്യനിങ് ആണ്, ചോദിക്കാം ക്വസ്റ്റ്യൻ. മറ്റൊന്ന് റെസിറ്റേഷൻ ആണ്, മറ്റൊന്ന് നറേഷൻ അല്ലെങ്കിൽ ആഖ്യാനം. റെസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നറേഷൻ, ക്വസ്റ്റ്യനിങ്, ക്ലാസ് റൂം മാനേജ്മെന്റ്, ഓർഗനൈസിംഗ് ഗ്രൂപ്പ് ആക്ടിവിറ്റി, അതൊരു ടീച്ചിങ് സ്കില്ലാണ്. ഓർഗനൈസിംഗ് ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഒരു സംഘപ്രവർത്തനം സംഘടിപ്പിക്കൽ ടീച്ചിങ് സ്കില്ലാണ്. അങ്ങനെ കുറെ ലിസ്റ്റുകൾ ഇങ്ങനെ പോകും, കുറെ ലിസ്റ്റുകൾ. ഇതിനെല്ലാം കൂടെ ഒറ്റ പേരിൽ അറിയപ്പെടുന്നത് ടീച്ചിങ് സ്കിൽസ് അല്ലെങ്കിൽ ബോധന നൈപുണ്യങ്ങൾ. ബോധന നൈപുണ്യം ടീച്ചേഴ്സ് സ്വായത്തമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധന സമ്പ്രദായമാണ് മൈക്രോ ടീച്ചിങ്. എന്താ പ്രതിക്രിയാധ്യാപനം? റെസിപ്രോക്കൽ എന്തിനു വേണ്ടി വായനയും പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഉടലെടുത്തതാണ്, രൂപീകരിച്ചെടുത്തതാണ്.
ഇതിന്റെ ആവിഷ്കർത്താവ് ഉപജ്ഞാതാവ് വൈഗോട്സ്കി എന്ന് പറയുന്നത്. വൈഗോട്സ്കിയുടെ രൂപപ്പെടുത്തിയെടുത്ത വായനയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബോധന സമ്പ്രദായം സാമൂഹിക ജ്ഞാന വിഭാഗത്തിലും ജ്ഞാന വിഭാഗത്തിലും അധിഷ്ഠിതമായ ക്ലാസ് മുറികളിൽ നമുക്കിത് ഉപയോഗപ്പെടുത്താവുന്ന പരിക്രമീകൃത ബോധനം. പരിക്രമീകൃത ബോധനം എന്താ? പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. കുട്ടിക്ക് ഇന്ന് നമ്മൾ പരിപോഷിപ്പിക്കുന്നു. പരിക്രമീകൃത ബോധനം എന്ന് പറഞ്ഞാൽ ആദ്യകാലത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഒരു ബോധനം എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യകാല വിവര സാങ്കേതിക വിദ്യയുടെ സമാനമായ രീതിയിലുള്ള ഒരു ബോധന സമ്പ്രദായം. സ്വയം പഠനം. 3 വാക്കുകളാണ് ഓർക്കുന്നത്: സ്വയം പഠനം, മാർഗദർശനം, സ്വയം പഠനം, മാർഗദർശനം, പ്രബലനം. സ്വയം പഠനം, മാർഗദർശനം, പ്രബലനം. മാർഗദർശനം, പ്രബലനം, സ്വയം പഠനം. സ്വന്തമായി പഠിക്കുക, ശരിയായ ഗൈഡൻസ് കിട്ടുക, നന്നായി പ്രബലപ്പെടുത്തുക, റീഇൻഫോഴ്സ് ചെയ്യുക. മാർഗദർശനം, ഗൈഡൻസ്, പ്രബലനം, റീഇൻഫോഴ്സ്മെന്റ്, സ്വയം പഠനം, സെൽഫ്. ഇവയെ 3നെ ആധാരമാക്കി ഉണ്ടാകുന്ന ഒരു ബോധന സമ്പ്രദായമാണ് പരിക്രമീകൃത ബോധനം, അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ലേണിംഗ് എന്നോ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്നോ പറയും. സ്കിന്നറാണ്. അപ്പൊ 3 ബോധനയാണ് നമ്മൾ പറഞ്ഞത്. 1 മൈക്രോ ടീച്ചിങ് അല്ലെങ്കിൽ മൈക്രോ ബോധനം. 2 പ്രതിക്രിയ അധ്യാപനം, പ്രതിക്രിയ ബോധനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ്. 3ാമത് പ്രോഗ്രാംഡ് ലേണിംഗ് അല്ലെങ്കിൽ പരിക്രമീകൃത ബോധനം. പ്രോഗ്രാംഡ് ലേണിംഗ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഫ്രെയിമുകളിലാക്കി കുട്ടിയുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയും ആ ഫ്രെയിമിലൂടെ സ്വയം പഠിക്കുകയും സ്വയം പഠിക്കുന്നതിന്റെ തെറ്റും ശരിയും അവിടെ വെച്ച് തന്നെ മനസ്സിലാക്കുകയും കുട്ടിക്ക് നല്ല ഗൈഡൻസ് കിട്ടുകയും നല്ല ശരി ഉത്തരം തന്നെ കണ്ടെത്തുന്ന ശരിയായ രീതിയിൽ പഠിച്ചു പോകുന്ന കുട്ടിയെ റീഇൻഫോഴ്സ് ചെയ്യുക എന്ന് പറയുന്ന 3 മനഃശാസ്ത്ര തത്വത്തിൽ അധിഷ്ഠിതമായ ബോധന സമ്പ്രദായമാണ് സ്കിന്നറാണ്. ഓക്കെ, എനിക്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. എല്ലാം ഏതെങ്കിലും ബോർഡുകൾ അതിന്റെ ഈ കേരളത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒക്കെ ബോർഡുകളിൽ നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒക്കെ ചോദ്യങ്ങളൊക്കെ എന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഏതെങ്കിലും പോലെയുള്ള ആൾക്കാർ എവിടെങ്കിലും ഒക്കെ ഇരിപ്പം ഉണ്ടാക്കി നമ്മുടെ ഈ ചോദ്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ ചോദ്യം മോക്കിന്റെ സ്ഥിരം ചോദ്യമാണ്. എവിടൊക്കെ മോക്ക് ഇന്റർവ്യൂ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം രസകരമാണ്. സ്ഥിരം ചോദ്യം അവിടെ നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ കൂടുതലുള്ളൂ. സാറ് പറഞ്ഞതും അതിന്റെ അടിസ്ഥാനത്തിൽ അവരോട് പറഞ്ഞിട്ടുള്ളൂ. സാറ് വർഷങ്ങളായിട്ട്, ഇപ്പൊ എത്ര വർഷമായി നമ്മുടെ കൂടെ ഉണ്ട്. സാറിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് നമ്മൾ കൈമാറുന്നത്. അപ്പൊ അതെല്ലാം നിങ്ങളുമായി ഞാൻ ചർച്ച ചെയ്യുന്ന ചോദ്യങ്ങളെ വരാം. അതെ അതെ അതെ, എനിക്കൊരു മനസ്സമാധാനം ഉണ്ട്. കാരണം ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇപ്പൊ തിരുവനന്തപുരത്ത് ചോദിച്ചില്ലെങ്കിൽ കൊല്ലത്ത് ചോദിക്കും, അതെ, കൊല്ലത്തും തിരുവനന്തപുരത്തും ചോദിച്ചില്ലെങ്കിൽ വയനാട് ചോദിക്കും. ഇതെല്ലാം ചോദിച്ചു. സാറ് പറഞ്ഞ നമ്മുടെ പിന്നെ ZPD വൈഗോട്സ്കിയൻ ആശയങ്ങള്, അതുപോലെ അനുരൂപീകരണം നടത്തുന്ന അനുരൂപീകരണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ ഈ എന്താണ് നമ്മുടെ ഉയർന്ന തരത്തിൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്താണ് കൊടുക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം വന്നു. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചർ, 25 വർഷം സർവീസ് ഉണ്ട് എന്ന് ധരിക്കുക എന്ന് നിങ്ങൾ വിചാരിക്കുക. 25 വർഷം സർവീസ് ഉള്ള ടീച്ചർ എന്തിനാണ് ടീച്ചർമാരുടെ എഴുതേണ്ടതുണ്ടോ? ഉണ്ട്. എന്തിനാണ് പെഡഗോഗിക്കൽ ചെയ്യേണ്ടത്? ടീച്ചർമാർ എഴുതിക്കോട്ടെ. എന്തിനാണ് ടീച്ചർ പെഡഗോഗിക്കൽ ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആസൂത്രണ പാഠം നമ്മളെല്ലാവർക്കും അങ്ങനെ നമ്മളെ ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെയാണ് പെഡഗോഗിക്കൽ ആൻസർ, നമ്മൾ തന്നെയാണ് ടീച്ചർമാര്, മൊത്തത്തിന്റെ പിന്നെ ഏജൻസ് നമ്മൾ തന്നെയാണ്. പിന്നെ തന്നെയാണോ ക്ലാസ്
പനിയാണ് ആൾക്ക്, പനി. ആ, ഓ, ശരി, ശരി. സാറേ, പനിയുടെ ലക്ഷണവും കൂടെ ആ ഉണ്ടോ? ഉണ്ട്. പനിയുടെ ലക്ഷണം മുഖത്തുണ്ടെന്നോ? ഓക്കെ. സാറേ ഗണിതത്തിന്റെ കാര്യം ഒന്ന് പറയണേ. പിന്നെ എല്ലാവർക്കും ഗണിതമാണ് ഒരു വിഷയം. പിന്നെ ഗണിതം. അപ്പൊ ഈ ഗണിതത്തിന്റെ ചോദ്യങ്ങളാ, ഗണിതത്തിന്റെ ഒരു കോംപ്ലിക്കേറ്റഡ് ചോദ്യം ചോദ്യമെല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ചോദ്യങ്ങളെല്ലാം അപ്ലൈഡ് ചോദ്യങ്ങളാണ്. എന്താ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച തിയറിയെ നിങ്ങൾ എങ്ങനെ ക്ലാസ് റൂമിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള നിങ്ങളുടെ അതൊന്ന് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനുള്ള പിന്നെ നിങ്ങളുടെ ഒരു കപ്പാസിറ്റി എത്രമാത്രം എന്നുള്ളതാണ് പരിശോധിക്കപ്പെടുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടതിന് ശേഷം ഇനി ഒരു കാര്യം ഉണ്ടായിരിക്കും, നമ്മൾ ഈ ക്വസ്റ്റ്യൻ എല്ലാം ഡിസ്കസ് ചെയ്യുമ്പോഴും ഇപ്പൊ ഈ ഇന്റർവ്യൂക്കാർ അറിഞ്ഞിട്ടുണ്ട് നമ്മളെ ഈ ക്വസ്റ്റ്യൻ എല്ലാം കളക്ട് ചെയ്തിട്ട് ഇന്നടുത്ത് എല്ലാം ചർച്ച നടക്കുന്നുണ്ടെന്ന് അവരറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ ക്വസ്റ്റ്യൻ തന്ത്രങ്ങളും ചോദ്യങ്ങളും അവർ മാറ്റിപ്പായിരിക്കും. അതുകൊണ്ട് പിന്നെ ഈ ചോദ്യങ്ങളെല്ലാം ആവർത്തിച്ച് തന്നെ ചോദിക്കുന്നത് ചിന്തിക്കണ്ട. ഇനി അതല്ല, ഇതൊന്നും അല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ തന്മയത്വമായിട്ട് എന്തെന്നുള്ളത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു. വാട്ട് ആസ്പെക്റ്റിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, ഹൗ ആസ്പെക്റ്റിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. എന്ത് പറയുന്നു എന്നുള്ളതല്ല, എങ്ങനെ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ് പറയുന്നത് അതിന്റെ ഒരു പ്രസന്റേഷൻ. നിങ്ങൾ അല്പസ്വല്പം തെറ്റാണ് പറയുന്നതെങ്കിൽ പോലും നിങ്ങൾ അതിനെ സമർത്ഥിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴികളാണ് അത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തെ തരത്തിലുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അതിനോട് ചോദിച്ചു പോയിട്ട് എന്നെ വിഷമിക്കാനില്ല, അതിനകത്ത് കുഴപ്പമില്ല. ഇനി അടുത്ത ഈ ബോധന ഉദ്ദേശങ്ങൾ എന്താണ്? ഈ ബോധന ഉദ്ദേശങ്ങൾ എന്താണ്? ബോധന ഉദ്ദേശങ്ങൾ അപ്പോ പറയേണ്ട ഇത്രയേ ഉള്ളൂ. എല്ലാ ബോധന ഉദ്ദേശങ്ങളും വ്യവഹാര വ്യതിയാനങ്ങളാണ്, ബിഹേവിയർ ചേഞ്ച്. ആ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആ ബിഹേവിയർ ചേഞ്ച് എന്നാണ്. ആ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന്റെ ബോധനോദ്ദേശങ്ങളുടെ ഡെഫിനിഷൻ തന്നെ അങ്ങനെയാണ്. ഓൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആർ ബിഹേവിയറൽ ചേഞ്ചസ്. എല്ലാ ബോധനോദ്ദേശങ്ങളും വ്യവഹാര വ്യതിയാനങ്ങളാണ്, അല്ലെങ്കിൽ വ്യതിയാനം. എന്തുദ്ദേശം? ഈ ഉദ്ദേശമായിട്ട് ടീച്ചർ ക്ലാസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ കുട്ടിയിൽ ബിഹേവിയർ ചേഞ്ച് ഉണ്ടാവും. ബോധനോദ്ദേശങ്ങള് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച വിദ്യാഭ്യാസ ചിന്തകൻ ബെഞ്ചമിൻ എസ് ബ്ലൂം. എന്ത് പേരിൽ അറിയപ്പെടും? ബ്ലൂമിന്റെ ബ്ലൂമിന്റെ വർഗീകരണ ശാസ്ത്രം. ബ്ലൂമിന്റെ വർഗീകരണ ശാസ്ത്രം, ടാക്സോണമി ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ ബ്ലൂംസ് ടാക്സോണമി, ബ്ലൂംസ് ടാക്സോണമി എന്ന പേരിൽ അറിയപ്പെടും ബോധനോദ്ദേശം. അപ്പൊ ബോധനോദ്ദേശങ്ങളെ ബെഞ്ചമിൻ എസ് ബ്ലൂം അവതരിപ്പിച്ച ബോധനോദ്ദേശങ്ങൾ എത്ര ഉണ്ടായിരുന്നു? പഴയകാല പിന്നെ ഇപ്പൊ ഞാൻ അറിഞ്ഞത് ഈ ഡയറ്റ് ഫാക്കൽറ്റി അംഗങ്ങളുടെ ഒക്കെ ഷോർട്ടേജ് പിന്നെ അങ്ങനെ ഇത് ഞാനൊന്ന് അറിഞ്ഞു. ഡയറ്റ് ഫാക്കൽറ്റി അംഗങ്ങളുടെ ഒക്കെ ഷോർട്ടേജ് ഇന്റർവ്യൂ ബോർഡിൽ ഉള്ളത് കൊണ്ട് ഉള്ളവരെ വെച്ച് പല ജില്ലകളിലും കൈകാര്യം ചെയ്യാന്നുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ഇന്റർവ്യൂ ബോർഡിലേക്ക് ചെല്ലുന്ന ആൾക്കാരുടെ റെമ്യൂണറേഷൻ ഒക്കെ സർക്കാരിന്റെ പ്രശ്നമുണ്ട്. സാമ്പത്തിക ബാധ്യത കാരണം സർക്കാരിനും ഇതിന് റെമ്യൂണറേഷന്റെ പ്രശ്നം പറഞ്ഞ് ചില ആൾക്കാർ ഇതിനകത്ത് ചെല്ലുന്നതിന് ചില തർക്കങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയുള്ള അറിവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള അറിവാണ്. അത് നിങ്ങൾ പരസ്യമാക്കണ്ട, നിങ്ങളോട് ഞാനൊന്ന് പിന്നെ പറഞ്ഞു നൽകും. അതുകൊണ്ട് തന്നെ ചില ജില്ലകളിലെ കുറച്ച് ആൾക്കാരുടെയെങ്കിലും ഇന്റർവ്യൂ അത് തിരുവനന്തപുരത്ത് വെച്ചൊക്കെ നടത്താനുള്ള തീരുമാനം കൂടെ എടുക്കുമെന്നാണ് പറയുന്നത്. ഉണ്ട് സാറേ. എക്സ്പെർട്ടിന്റെ ഷോർട്ടേജ് കാരണം ഈ ഉള്ളവരെ തന്നെ അവിടേക്കും ഇവിടേക്കും ഒക്കെ ഡേറ്റ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് അറിയാൻ പറ്റും. എന്താ പോവാന്? ആലപ്പുഴ ജില്ലയ്ക്ക് 90 പേർക്കേ ഉള്ളൂ സാർ, ആലപ്പുഴ ജില്ല വെച്ച്. ബാക്കിയെല്ലാം തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. സാറെന്താ പോവാത്തെ? മെയിൻ ഓഫീസ് ആയതുകൊണ്ട് അത് മാത്രമല്ല, അവിടെ കുറെ തിരുവനന്തപുരത്ത് കുറെ പിന്നെ പണ്ട് മുതലേ തിരുവനന്തപുരത്ത് സെറ്റിൽഡ് ആയിട്ടുള്ള കുറെ എക്സ്പെർട്ടുകളുണ്ട്. അവരിപ്പം റിട്ടയർ ചെയ്തിട്ടും PSC ബോർഡിൽ ഉണ്ട്. അപ്പൊ അവര് എന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവര് ഇപ്പോഴും റിട്ടയർ ചെയ്തിട്ട് പോലും ഇതിനകത്തേക്ക് ബോർഡിലേക്ക് വരും. പക്ഷെ അവരെല്ലാം തിരുവനന്തപുരം സെറ്റില്ല. അങ്ങനെ വരുമ്പോൾ മെയിൻ ഓഫീസ് വെച്ച് നടക്കുന്ന ഇന്റർവ്യൂവിൽ വിവിധ ബോർഡുകളിൽ ഓഫീസ് വെച്ച് നിങ്ങൾക്കറിയാലോ, ഒരിടത്തല്ലോ PSC ഓഫീസിൽ തന്നെ ഒരിടത്ത് വെച്ചല്ല ഇന്റർവ്യൂ നടത്തുന്നത്. പലയിടത്ത്
പിന്നെ പല സെക്ഷനുകളാണല്ലോ. ചിലർ ഈസിയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ചിലർ കഠിനമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതൊക്കെ അതിന്റെ ഈശ്വര വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ചാൽ ചിലപ്പം നമുക്ക് കിട്ടുന്ന ആൾക്കാര് കുറച്ച് മാനസിക മൂല്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചൊക്കെ നമ്മളായിട്ട് നമ്മുടെ കണ്ണ് കാണുമ്പോഴേ അവർക്ക് പറയുന്ന ആൾക്കില്ല കേട്ടോ, പറയുന്ന ആള് ഈശ്വര വിശ്വാസിയൊന്നും അല്ല. അല്ല 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 അതുകൊണ്ടാണ് മനസ്സിലായില്ലേ. അപ്പൊ അതുകൊണ്ട് പിന്നെ വിശ്വാസി അല്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞതാണ് അതെ ഞാനേ ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാർ എന്താ പോവാത്തേന്ന്, അത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശരിക്കും ഇതിനകത്തൊക്കെ ഇതിലേക്ക് വരണമെങ്കിൽ കുറച്ച് സ്വാധീനങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതൊരു ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ വിളിക്കാമെന്നുള്ളതല്ല. സ്ഥിരമായിട്ട് ഇന്റർവ്യൂവിനുള്ള കുറെ പേഴ്സൺസ് ഉണ്ട്. അപ്പൊ അവരിങ്ങനെ സ്ഥിരമായിട്ട് കൊണ്ടൊക്കെ പറ്റും. ഇപ്പൊ കുറെ ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിലും പഴയ കോഴ്സുകളൊക്കെ റിട്ടയർ ചെയ്ത് പോയി. ഇപ്പൊ കുറച്ച് പുതിയ ആൾക്കാരാണ് ഇരിക്കുന്നത്. അത് തന്നെ ഡെപ്യൂട്ടേഷൻ വന്നിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും പേരും. ഡെപ്യൂട്ടേഷൻ ഫാക്കൽറ്റി ആണ്. ഈ ഡെപ്യൂട്ടേഷൻ ഫാക്കൽറ്റി സാധാരണ PSC ഇത്തരം കോഴ്സൊക്കെ വിളിക്കാം. കോഴ്സിലേക്ക് ക്ഷണിക്കാം. ഓക്കെ, സ്ഥിരമായി വരുന്ന സാമ്പത്തികമായി മറുപടി പറയും. നമ്മൾ ആ ചോദ്യങ്ങൾക്ക് ഒപ്പം തന്നെ ഉത്തരങ്ങളിലൂടെ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ സ്പോട്ടിൽ കിട്ടും. ആ സ്പോട്ടിൽ കിട്ടുന്ന മറുപടി പറയാം. 10 സെഷൻ ഇതാണെങ്കിൽ സെക്കൻഡ് സെഷൻ ടീച്ചിങ് ആയിരിക്കും. നിങ്ങൾ നന്നായി മറുപടി പറഞ്ഞിട്ട് ടീച്ചിങ് സെഷൻ പൊളിച്ചു കളയത് ചവിട്ടി കയറി നിന്ന് നിങ്ങൾ ക്ലാസ് എടുക്കണം എന്നാ ഞാൻ പറയുന്ന വാക്കാണ്. ചവിട്ടി കയറി നിന്ന് ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത്, ക്ലാസ് എടുക്കുക എന്ന് പറയുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് പറയുമ്പോൾ എത്ര വലിയ വിദ്യന്മാരാണെങ്കിലും ചെറുതായിട്ടൊന്നും എന്തൊക്കെ ആശയങ്ങളാണ് പറയേണ്ടത്, എന്തൊക്കെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു ആശങ്ക നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അത് ക്ലാസ്സിൽ പ്രത്യേകത. അതിന് നിങ്ങൾ അങ്ങ് ഓവർകം ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഫ്ലുവന്റ് ആയിട്ട് 5 മിനിറ്റ് ആണെങ്കിൽ അത് ഇങ്ങനെ മുന്നിലേക്ക് അങ്ങ് പോകാം. നിങ്ങളുടെ ചലനങ്ങളും നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളും കേൾക്കുമ്പോൾ തന്നെ അവർക്കറിയാം. ഈ ഉണ്ണിയെ കാണുമ്പോൾ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറയുന്ന ഒരു പഴയ ചൊല്ലാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രകടനം കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ ആക്ച്വൽ ഒരു ടീച്ചിങ് കോമ്പിറ്റൻസി ഉള്ള ആളാണോ എന്നുള്ളത് അവർ വിലയിരുത്തപ്പെട്ട് നിർത്തിക്കൊള്ളാം. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ടീച്ചിങ്ങിനെ നിങ്ങൾ പേടിക്കണ്ട. സെക്കൻഡ് സെഷനിലാണ് ടീച്ചിങ് വരുന്നതെങ്കിൽ ധൈര്യപൂർവ്വം ക്ലാസ് അങ്ങ് എടുക്കുക. അപ്പൊ പ്ലാൻ ചെയ്തിട്ടും ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ട് പോവാണെങ്കിൽ അവർ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പറഞ്ഞത്, ഘടകസംഖ്യകളുടെ സങ്കലനം ഇതിനെ എങ്ങനെ നിങ്ങൾ ആ പ്രശ്നം ക്ലാസ്സിൽ അവതരിപ്പിക്കും എന്നൊരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഘടകസംഖ്യയുടെ സങ്കലനം തന്നെ പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത് അവർ പറയുന്നത്. അതല്ല ഇന്റഗ്രേഷൻ ഒരു ക്ലാസ് നിങ്ങൾ 2ാം ക്ലാസ്സിൽ ഒന്ന് എടുക്കാവോ, അങ്ങനെ എടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ബോധ്യപ്പെടണം. നിങ്ങൾ ഒരു ക്ലാസ് അങ്ങ് എടുക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, ഏത് പാഠം പിന്നെ ഇതിൽ വരുന്നതാണ്, ഇത് പിന്നെ 1ാം ഭാഗത്തിലോ 2ാം ഭാഗത്തിലോ ഉള്ള പാഠഭാഗമാണ്. അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ കൂടി മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതും കൂടെ ഓർത്തിരുന്നു. അപ്പം ബോധനോദ്ദേശങ്ങൾ, ഇനി ബോധനോദ്ദേശങ്ങൾ ഏതെല്ലാം ബെഞ്ചമിൻ എസ്പ്ലൂ പറഞ്ഞ ബോധനോദ്ദേശങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തോന്നുന്നു. അറിവ്, ഗ്രഹണം, പ്രയോഗം, അറിവ്, ഗ്രഹണം, പ്രയോഗം, അപഗ്രഥനം, ഉദ്ഗ്രഥനം, വിലയിരുത്തൽ, അല്ലെങ്കിൽ അപഗ്രഥനം, ഉദ്ഗ്രഥനം, മൂല്യനിർണ്ണയം. ഇംഗ്ലീഷിൽ പറഞ്ഞാല് നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. 6 നോളജ്, ഗ്രഹണം, അണ്ടർസ്റ്റാൻഡിങ്, പ്രയോഗം, ആപ്ലിക്കേഷൻ, അനാലിസിസ്, അപഗ്രഥനം, സിന്തസിസ്, ഉദ്ഗ്രഥനം, ഇവാലുവേഷൻ, മൂല്യനിർണ്ണയം അല്ലെങ്കിൽ വിലയിരുത്തൽ. ഇതാണ് ബെഞ്ചമിൻ എസ്പ്ലൂവിന്റെ ബ്ലൂംസ് ടാക്സോണമി അനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് 6. പഠന സൗകര്യാർത്ഥത്തിനെ കുറയ്ക്കുക, പഠന സൗകര്യാർത്ഥം ബെഞ്ചമിൻ എസ്പ്ലൂവിന്റെ പിന്നെ ബോധനോദ്ദേശങ്ങളെ ഇങ്ങനെയാക്കി: അറിവ്, ഗ്രഹണം, പ്രയോഗം, നൈപുണ്യം, ആസ്വാദനം, താല്പര്യം, മനോഭാവം. 7 എണ്ണമാക്കി മാറ്റി. അറിവ്, ആസ്വാദനം,
ഇല്ല സാറേ, ഇല്ല ഇല്ല, ക്ലിയറാ. ഞാൻ വേറൊരു മുറി, ഇന്നത്തെ മുറി എന്റെ മകൻ തിരുവനന്തപുരത്ത് വന്നതുകൊണ്ട് അവൻ ആ മുറിയില് ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സിലാണ്, ഓൺലൈൻ ക്ലാസ് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേറൊരു മുറി പലയിടത്തും പല റേഞ്ചിലാണ്. അതുകൊണ്ട് ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ പറയും. ചിലപ്പോൾ സ്പേസ് മാറി ഇരുന്നാൽ കുറച്ചുകൂടെ ഇതായിട്ട്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പം NCERT പറഞ്ഞിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ: അറിവ്, ഗ്രഹണം, പ്രയോഗം, നൈപുണ്യം, ആസ്വാദനം, താല്പര്യം, മനോഭാവം. അതിന്റെ ഇംഗ്ലീഷ് ടേംസ് വേണോ? നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ, സ്കില്ല്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രീസിയേഷൻ. ഇൻട്രസ്റ്റ് താല്പര്യം, ആറ്റിറ്റ്യൂഡ് മനോഭാവം, അപ്രീസിയേഷൻ ആസ്വാദനം. നമ്മൾ ഈ ആസ്വാദനം എന്നൊക്കെ പറയുമ്പോൾ അറിയാം, ഈ പിന്നെ ആസ്വാദന തലത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മളെ ടീച്ചേഴ്സിനെ കുട്ടി ഏത് വിഷയം പഠിപ്പിക്കുമ്പോഴാണ് ആസ്വാദനം അല്ലെങ്കിൽ അപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ബോധനോദ്ദേശം ഫലപ്രദമായി നേടുന്നത്. ആസ്വാദനം അല്ലെങ്കിൽ അപ്രീസിയേഷൻ എന്ന് പറയുന്ന ബോധനോദ്ദേശം ഭാഷ ഏറ്റവും കൂടുതൽ കുട്ടി ആസ്വദിക്കാൻ കഥയിലെ ആസ്വാദനം, കവിതയിലെ ആസ്വാദനം, ഒരു ഉപന്യാസത്തിൽ പോലും ഉണ്ട്. ഏതെങ്കിലും ഒരു പാസേജ് വന്നാൽ പോലും അതിനകത്തുണ്ട് ആസ്വാദനം. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ലേണിംഗ് ആക്ടിവിറ്റി ഒരു ഡിസ്കോഴ്സ് ആയിട്ട്, ഡിസ്കോഴ്സ് അല്ലെങ്കിൽ വ്യവഹാര രൂപങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പഴയ ബിൽസീന വ്യവഹാര രൂപമൊക്കെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യം എന്ന് പറഞ്ഞാൽ ആസ്വാദനക്കുറിപ്പ് ഈ അപ്രീസിയേഷൻ നോട്ട് കുട്ടി എഴുതുവാണെങ്കിൽ എന്തൊക്കെ ഇൻഡിക്കേറ്ററിന്റെ അടിസ്ഥാനത്തിൽ അവനെ വിലയിരുത്തുമെന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് അതിനകത്ത് അവൻ പിന്നെ അതിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ള ഭാഷ, അവന്റെ പിന്നെ ലേഖന ശൈലി, അതോടൊപ്പം തന്നെ അവന്റെ കണ്ടന്റിലുള്ള അല്ലെങ്കിൽ ആശയത്തിന്റെ സമഗ്രത, അതോടൊപ്പം തന്നെ അവനെ ഉൾക്കൊണ്ടുകൊണ്ട് കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാനുള്ള അവന്റെ കപ്പാസിറ്റി, പിന്നെ അതിൽ നിന്നും എത്രമാത്രം ലളിതവൽക്കരിച്ച് അവൻ പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ രീതി, ഇവയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് അതിന്റെ ആസ്വാദന തലം എന്ന് പറഞ്ഞാല് ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ അത് മൊത്തത്തിൽ വായിക്കുന്ന ഫീല് പോലെ തന്നെ അതിന്റെ ഷോർട്ടാണ് അവൻ എഴുതുന്നതെങ്കിലും അത് നമുക്ക് നല്ല ഒരു ആസ്വാദന തലത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിനുള്ള അവന്റെ കുറിപ്പിന്റെ പ്രത്യേകത. ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ആസ്വാദനക്കുറിപ്പിനെ വിലയിരുത്താം. പിന്നെ അപ്രീസിയേഷൻ നോട്ട് മാത്രം പറയും. അപ്പൊ അത് അങ്ങനെ ചോദിച്ചു. അപ്പൊ ആസ്വാദനക്കുറിപ്പ് കഥ, കവിത, ലേഖനങ്ങൾ, നോട്ടീസ്, കത്ത്, ലെറ്റേഴ്സ്, ഇവയെല്ലാം വ്യവഹാര രൂപങ്ങളാണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിനെ ഡിസ്കോഴ്സസ് എന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് ഭാഷാപരമായിട്ടുള്ള പെഡഗോഗി എന്ന് പറയുന്നത് ഡിസ്കോഴ്സ് ഓറിയന്റഡ് പെഡഗോഗി എന്നാണ് പറയുന്നത്. ഡിസ്കോഴ്സ് ഓറിയന്റഡ് പെഡഗോഗിയാണ് നമുക്ക് നിലവിൽ ഭാഷാ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി. അതെന്ന് പറഞ്ഞാൽ മലയാളം എഴുതുമ്പോൾ അതിനകത്ത് വ്യവഹാര രൂപങ്ങൾ, ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഡിസ്കോഴ്സസ് ഡിസ്കോഴ്സസിനകത്ത് വരുന്നതാണ്. അപ്പൊ ശരിക്കും കുട്ടി നറേറ്റ് ചെയ്യുക ഒരു ഡിസ്കോഴ്സ് ആണ്, കുട്ടി വന്ന് ഒരു പ്രസംഗിക്കുക ഒരു ഡിസ്കോഴ്സ് ആണ്, കുട്ടി ഒരു ലഘുലേഖ തയ്യാറാക്കുക ഡിസ്കോഴ്സ് ആണ് അല്ലെങ്കിൽ വ്യവഹാര രൂപമാണ്, കുട്ടി കഥ എഴുതുക കഥ ഒരു വ്യവഹാര രൂപമാണ്, കവിത ഒരു വ്യവഹാര രൂപമാണ്, കുറിപ്പുകൾ ഒരു വ്യവഹാര രൂപമാണ്. ഇതെല്ലാം ഭാഷാ ക്ലാസ്സുകളിൽ വരുന്ന വ്യവഹാര രൂപങ്ങളാണ്. തീർച്ചയായിട്ടും നാടകീകരണം, മൈമിങ്, ഇവയെല്ലാം വ്യവഹാര രൂപങ്ങളാണ്. കുട്ടിയുടെ കയ്യിലുള്ള ആശയത്തെ നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമോ അവയൊക്കെ വ്യവഹാര രൂപങ്ങളായിട്ട് ഭാഷാപരമായിട്ട് മനസ്സിലാക്കാം. പിക്ചർ ഡിസ്ക്രിപ്ഷൻ വ്യവഹാര രൂപമാണ്. ഡിസ്ക്രിപ്ഷൻ വ്യവഹാര രൂപമാണ്. ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ഡയലോഗ്, അതാണ് നേരത്തെ പറഞ്ഞത്. നാടകീകരണത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡയലോഗ് തയ്യാറാക്കണം. ഈ സംഭാഷണം തന്നെ മലയാളത്തിൽ സംഭാഷണം തന്നെ. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ആ റെയിൽവേ സ്റ്റേഷനിലിരിക്കുന്ന കൗണ്ടറിലിരിക്കുന്ന മാഡവും ടിക്കറ്റ് എടുക്കാൻ നിന്ന കുട്ടിയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാൻ വേണ്ടി ഒരു ലേണിംഗ് ആക്ടിവിറ്റി ക്ലാസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ സംഭാഷണം, അവര് തമ്മിലുള്ള സംഭാഷണം എന്ന് പറയുന്നത് വ്യവഹാര രൂപത്തിൽ. ഇനി നിങ്ങളുടെ സ്കൂളില് അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത വളരെ കുറവാണ്. ഇങ്ങനെയാണല്ലോ ആക്ടിവിറ്റി കൊടുക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത കുറവാണ്. നിങ്ങൾ എല്ലാവരും ചേർന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു നിവേദനം തയ്യാറാക്കാൻ പറയുമ്പോൾ നിവേദനം ഒരു വ്യവഹാര
രൂപമായിട്ട് മാറും. ശരി, അത് നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു രോഗം ബാധിച്ച് പറ്റാത്ത ഒരു അവസ്ഥയിൽ കിടക്കുക. അതുകൊണ്ട് നിങ്ങളുടെ വിദേശത്തുള്ള നിങ്ങളുടെ ബന്ധുക്കൾ അറിയുന്നതിന് വേണ്ടി അവർക്കൊരു ഈ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ കത്ത് അല്ലെങ്കിൽ ലെറ്റർ ഒരു വ്യവഹാര രൂപമായിട്ട് വരും. ഇതാണ് ഇന്ന് ക്ലാസ് റൂമുകൾ നടത്തുന്നത്. മലയാള ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ എസ്പെഷ്യലി ഭാഷാ ക്ലാസ്സുകളിൽ നടക്കുന്ന ലേണിംഗ് ആക്ടിവിറ്റി അത് വ്യവഹാര രൂപത്തിൽ അധിഷ്ഠിതമായ ലേണിംഗ് ആക്ടിവിറ്റിയാണ്. അതനുസരിച്ചുള്ള പെഡഗോഗിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ ഡിസ്കോഴ്സ് ഓറിയന്റഡ് പെഡഗോഗി. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി. അപ്പൊ അല്ല ഈ ഇപ്പം അനിതയെ പോലുള്ളവർ ഈ ഡിസ്കോഴ്സ് ഓറിയന്റഡ് പെഡഗോഗിയും അതോടൊപ്പം തന്നെ വ്യവഹാര രൂപങ്ങളും ഒക്കെ കേട്ട് കേട്ട് മടുത്തു വരാം. പഴയ ടീച്ചർക്കാർ ഇതൊന്നും കേട്ടു. അവര് ബോധനോദ്ദേശങ്ങളെ കേട്ടു. അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശങ്ങൾ സ്പഷ്ടീകരണം എന്നൊക്കെ പറയുന്ന വാക്ക് മനസ്സിലാക്കി വാക്കുള്ളൂ. കാരണം ഉറക്കത്തിലും വിക്സിനിയുടെ ഒക്കെ കാലത്ത് ഉദ്ദേശങ്ങളും സ്പഷ്ടീകരണങ്ങളും ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻസും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം. സ്പെസിഫിക് ബിഹേവിയർ ചേഞ്ചിനെയാണ് സ്പെസിഫിക്കേഷൻ പറഞ്ഞത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അറിവ് എന്ന് പറയുന്നത് നോളജാണ്. അതിന്റെ സ്പെസിഫിക്കേഷൻ ഓർക്കുന്നു, തിരിച്ചറിയുന്നു. ക്ലാസ്സിൽ സ്പെസിഫിക് ആയിട്ട് കുട്ടി അറിവ് നേടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർത്ത് പറയും, തിരിച്ചറിഞ്ഞ് പറയും. കാക്കയുടെ നിറം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറുത്തെന്ന് പറയും, അത് ഓർത്ത് പറയുകയാണ്. ഇനി കാക്കയും കോഴിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് പറയുമ്പോൾ തിരിച്ചറിവ് റെക്കഗ്നീഷനാണ്. അത് അറിവിന്റെ ഭാഗം. അപ്പൊ അറിവ് ഒബ്ജക്റ്റീവും തിരിച്ചറിയുന്നു ഓർക്കുന്നു എന്നുള്ളത് അതിന്റെ സ്പെസിഫിക്കേഷനുമാണ്. ഇത് സ്പഷ്ടമായി വേർതിരിച്ച് വെച്ചതുകൊണ്ടാണ് അന്നത്തെ ടീച്ചേഴ്സിന് നന്നായി ക്ലാസ് റൂമിൽ പോകാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ വീട്ടിൽ ഏതെങ്കിലും പടം വെച്ച് വിളക്കെത്തിക്കുന്നുണ്ടെങ്കിൽ ബെഞ്ചമിൻ ബ്ലൂമിന്റെ പടം വെച്ച് വിളക്കെത്തിക്കും. കാരണം എഡ്യൂക്കേഷൻ ഫീൽഡില് ഈ വന്ന പഠന നേട്ടങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചോളൂ. ഈ എഴുതി വെച്ചിരിക്കുന്ന പഠന നേട്ടം, പഠന ലക്ഷ്യത്തിന്റെ എല്ലാം എന്ന് പറഞ്ഞാൽ കുട്ടികൾ മനസ്സിലാക്കുന്നു, കുട്ടികൾ വിവരിക്കുന്നു, വിവരിക്കാൻ കഴിയുന്നു, ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കഴിയും, കുട്ടി കാര്യകാരണ ബന്ധം സ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. ഈ വാക്കുകളെല്ലാം പറക്കിയെടുത്തു കഴിഞ്ഞാൽ ബെഞ്ചമിനസ് ബ്ലൂം പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് തന്നെ ആ വാക്കിന് പകരം ഒരു സെന്റൻസ് ആക്കി കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഗ്രഹണം അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് അതിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. ഉദാഹരണം നൽകുന്നു, വിവരിക്കുന്നു തുടങ്ങിയവയൊക്കെ അങ്ങനെ കുറെ അത് അതിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. പ്രയോഗിക്കുന്നു എന്നുള്ളതിന്റെ പ്രയോഗത്തിന്റെ അതൊരു ഒബ്ജക്റ്റീവാണ്, അല്ലെങ്കിൽ ബോധോദ്ദേശമാണ്. അതിന്റെ സ്പെസിഫിക്കേഷൻ ആണ് നൂതന സന്ദർഭത്തിൽ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. നൂതന സന്ദർഭത്തിൽ പ്രയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ കാരണം പറയും, കാര്യകാരണ ബന്ധം സ്ഥാപിക്കുന്നു, ഘടനയും ധർമ്മവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നു. ഇവയൊക്കെ സ്പെസിഫിക്കേഷൻ ആണ്. അപ്പോൾ കുട്ടി പ്രയോഗത്തിന്റെ തരത്തിലാണെന്ന് പറയാം. ഉദാഹരണം പണ്ടുകാലന്മാരെ പറയുന്നത് റെയിലുകൾ യോജിപ്പിക്കുമ്പോൾ വിടവിട്ടാണ് യോജിപ്പിക്കാറുള്ളത്. അപ്പോൾ വിടവിട്ടാണ് പാളങ്ങൾ യോജിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടെന്ന് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരും. പക്ഷെ ടീച്ചർ അത് പഠിപ്പിച്ചിട്ടില്ല. ടീച്ചർ പഠിപ്പിച്ചത് താപീയ വികാസമാണ്. ചൂടേൽക്കുമ്പോൾ ലോഹങ്ങൾ വികസിക്കുന്നു എന്ന് പറയുന്ന ആശയം മാത്രമേ പഠിപ്പിച്ചുള്ളൂ. അത് കുട്ടിയുടെ അറിവിന്റെ ഭാഗം. ഈ അറിവിനെ ഈ ചോദ്യത്തെ അഭിമുഖീകരിക്കുന്ന കുട്ടി ഉത്തരം എഴുതുമ്പോൾ അവൻ പ്രയോഗത്തിന്റെ തലത്തിലാണ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനിലെ അപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന എല്ലാം ആപ്ലിക്കേഷനാണ്. നിങ്ങൾ വാചക രൂപത്തിൽ അടിക്കുന്ന മൊത്തം ആപ്ലിക്കേഷനാണ്. ദിയാഷയുടെ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്ന ഒരു ആശയം പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ക്ലാസ് റൂമിൽ അതിന്റെ സാധ്യത എന്താണ്, അല്ലെങ്കിൽ എന്ത് പ്രയോജനം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ് സമർപ്പിച്ചു വെക്കുന്നത് വിഷയം ഏതുമായിക്കൊള്ളട്ടെ, ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ടീച്ചർ ഒരു പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ അതുവരെ വെറുതെ ഇരുന്ന കുട്ടി അസന്തുലിതാവസ്ഥയിലേക്ക് എത്തും. കാരണം ഇതിന്റെ മറുപടി കണ്ടെത്തുന്നതിന് വേണ്ടി കുട്ടി ഒരു ശ്രമം നടത്തും. അപ്പൊ കുട്ടി ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് നല്ല ഒരു ക്ലാസ്സിനെ മുന്നിലേക്ക് നയിക്കാൻ കഴിയൂ. അതാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ദിയാഷയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറി എന്ന് നിങ്ങൾ പറഞ്ഞ് സമ്പർക്കിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രോസസ്സിലൂടെ സംസ്ഥാപനം തുടങ്ങിയ പ്രക്രിയയിലൂടെ അവൻ സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും 45 മിനിറ്റത്തെ ക്ലാസ് അവസാനിക്കും. ആ ഇക്വിലിബ്രിയത്തിൽ എത്തിയിട്ട് ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകും. ഇതായിരുന്നു ദിയാഷയുടെ പേര്. ഇത് നമ്മൾ ഏതെല്ലാം പാഠ്യപദ്ധതി മാറി വന്നാലും ക്ലാസ് റൂമിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. പണ്ട് കാലത്തെ ടീച്ചറും നമ്മുടെ ക്ലാസ്സിൽ മുൻകറിവ് പരിശോധനയിലൂടെ ഡിസ്ക്രിപ്റ്റൻസ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്നത്തെ ടീച്ചർ പ്രോബ്ലം അവതരിപ്പിച്ചുകൊണ്ട് ഡിസ്ക്രിപ്റ്റൻസ് സൃഷ്ടിക്കുന്നു. അതിന് അതുപോലെ സഹവർത്തിത ഉടനെ എനിക്ക് വിട്ട ചോദ്യത്തിലുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ചർച്ച ചെയ്തിട്ടുണ്ടാവും.
അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയും. പ്രോജക്റ്റുകളൊക്കെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ കൊളാബറേറ്റീവ് ലേണിംഗിൽ. പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ പ്രോജക്റ്റിന്റെ വിവിധ വിധങ്ങളായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഓരോ കുട്ടിയും ഏറ്റെടുക്കുകയും ആ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രയോഗിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് സഹവർത്ത പഠനത്തിലുള്ളത്. അവിടെ സഹകരണാത്മക പഠനം ഇൻബിൽറ്റാണ്, അതിനകത്തുണ്ട് കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. കാരണം സഹവർത്തിത പഠനം നടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ കോപ്പറേറ്റീവ് ലേണിംഗ് നടന്നേ തീരും, സഹകരണാത്മക പഠനവും നടക്കും. ഇതാണ് പറഞ്ഞ് സമർപ്പിക്കേണ്ടത്. പിന്നെ സംഘ പഠനം അറിയാമല്ലോ, കാരണം സാറേ സ്റ്റക്ക് സംഘ പഠനം സാർ ഒന്നും കൂടെ ഒന്നുകൂടെ ഒരു പൊതുവായ പ്രശ്നത്തെ, ഒരു പൊതുവായ പഠന പ്രശ്നത്തെ സഹവർത്തിത പഠനം. ഒരു സാമൂഹിക പഠന രീതിയാണ് സഹവർത്തനം അല്ലെങ്കിൽ കൊളാബറേഷൻ. ഇംഗ്ലീഷ് കൊളാബറേഷൻ ഒരു സാമൂഹിക പഠന രീതിയാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ അധിഷ്ഠിതമായ പഠന രീതികളിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം സഹവർത്തിത പഠനവും സഹകരണാത്മക പഠനവുമാണ്. സാമൂഹിക ജ്ഞാനനിർമ്മിതി ഭാഗത്തിൽ അധിഷ്ഠിതമായ ഒരു പഠനത്തിൽ സഹവർത്തിത പഠനവും സഹകരണാത്മക പഠനവും. ഇനി ഈ കുട്ടി ഏറ്റെടുക്കുന്ന ഓരോ ചുമതലയും ക്ലാസ് റൂമിൽ പരസ്പരം ഷെയർ ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്നത് സഹകരണാത്മക പഠനം. ഇപ്പൊ ബെസ്റ്റ് എക്സാമ്പിൾ അഞ്ചയുടെ പിന്നെ എഫർട്ടൊക്കെ എടുക്കുന്ന പഠനമാണ്. നിങ്ങളെല്ലാം കോപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങളെല്ലാം സഹവർത്തനമാണ്. കാരണം എന്താ പറയുക, അഞ്ച് ഏൽപ്പിക്കുക. തിരുവനന്തപുരത്ത് നടന്ന ക്വസ്റ്റ്യൻ എല്ലാം അഞ്ചൻ ടീച്ചർ കളക്ട് ചെയ്തതാണ്. അപ്പൊ പക്ഷെ നിങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ ഈ വ്യത്യസ്ത ജില്ലകളിൽ നടന്ന പരസ്പരമുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യപ്പെടും. ദാറ്റ് ഈസ് കൊളാബറേഷൻ, സഹവർത്തിതം. ചെടിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രോജക്റ്റ് ടീച്ചർ കൊടുക്കുകയാണെങ്കിൽ അത് ഒരു സഹവർത്തിത പഠനമാണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി അതിന് പൂവ്, ഇല, തണ്ട്, വേര് ഇവ കണ്ടെത്താനായിട്ട് 4 കുട്ടികളെ ഏൽപ്പിക്കുന്നു. അവർ ഓരോന്നും കണ്ടെത്തിക്കൊണ്ട് വന്നു അവരുടെ ആശയങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ട് അപ്പോൾ അവിടെ ഒരു സഹകരണാത്മക പഠനം നടക്കും. എനിക്കൊന്നും പറയാനില്ല. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ആത്യന്തികമായ അവസ്ഥ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ക്ലാസ് റൂമിൽ നടക്കുന്നത്. ഒരു പൊതു ചുമതല കുട്ടികൾക്ക് നൽകുമ്പോൾ അതിലെ ഓരോ ചുമതലകളും അതിന്റെ പിന്നെ ഓരോ വിഭാഗം ചുമതല ഏറ്റെടുക്കുന്നു. സഹവർത്തിതം. അവിടെ സഹവർത്തിത പഠനത്തിന് വേറൊരു കാര്യങ്ങളുണ്ട്. ഈ ഇല, പൂവ്, തണ്ട്, കായ് എന്നൊക്കെ പറയുന്ന അവസരത്തിൽ പൂവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു കുട്ടി ഒന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ അംഗീകരിക്കണമെന്നില്ല. അതിന്റെ ഉടനെ പറയുന്നത് അത് അങ്ങനെയല്ല, ആ സസ്യത്തിന്റെ പൂ മഞ്ഞയല്ല, മഞ്ഞ നിറത്തിലല്ല, അത് അങ്ങനെ മഞ്ഞ നിറത്തിലുള്ള പൂവല്ല അത് എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും തർക്കങ്ങൾ ഉണ്ടാവും, സംവാദങ്ങൾ ഉണ്ടാവും, പിന്നെ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ചില വിട്ടുവീഴ്ചകൾ. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ പൊതുവിൽ ഈ നമ്മളിരിക്കുന്ന ഈ 13 പേർക്കും കൃത്യമായും സസ്യത്തിന്റെ ഭാഗങ്ങൾ എല്ലാം കിട്ടത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ സഹകരണാത്മക പഠനം തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. ഈ രണ്ട് സങ്കല്പം അവസാനം സംഘപഠനമാക്കാം. നടക്കുന്നതിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന സ്ട്രാറ്റജി സംഘപഠനമാണ്. ഈ സഹകരണാത്മക പഠനത്തിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന ഒരു തന്ത്രമാണ് സംഘപഠനം. സംഘപഠനം സംഘടിപ്പിച്ചെങ്കിൽ മാത്രമേ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ അധികമായ ക്ലാസ് റൂം സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ അത്രയും ഇതാണോ അറിയുന്നുണ്ടോ അറിയില്ല. ഇപ്പൊ ഈ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ ചെല്ലുന്ന കുട്ടികൾ ചില ടീച്ചേഴ്സ് ഭയങ്കര ശാഖിപ്പിക്കും. ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുത്തില്ല എന്ന് പറഞ്ഞു, സംഘപ്രവർത്തനം കൊടുത്തില്ല, എല്ലാം വ്യക്തിഗത പ്രവർത്തനം കൊടുക്കുന്നു, ടീച്ചർ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അത് പാടില്ല. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി എങ്കിലും സംഘപ്രവർത്തനമായി കൊടുക്കണം. നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആളുള്ള ടീച്ചിങ് മാനുവൽ പരിശോധിച്ചാൽ ഒരു സംശയം വേണ്ട. ഈ മലയാളത്തിൽ കണ്ടു കാണും. സാമ്പിൾ ടീച്ചിങ് മാനുവൽ പരിശോധിച്ച പ്രവേശകം എന്ന് പറയുന്ന ഒരു ടേമാണ് ഉപയോഗിച്ചിരുന്നത്. പ്രവേശകം
എൻട്രി ആക്ടിവിറ്റി Entry. എന്നുള്ളതിന്റെ മലയാളം ടേമാണ് പ്രവേശകം. അതിന് സയൻസിലൊക്കെ എഴുതുമ്പോൾ പ്രവേശക പ്രവർത്തനം പ്രവേശകം എന്നാണ് കൊടുത്തത്. ആ വാക്ക് മറന്നു പോകാം. എന്താണ് തീരുമാനമില്ല പ്രവേശകം Entry activity ആണ്. മുന്നൊരുക്ക പ്രവർത്തനമാണ്. യഥാർത്ഥ പഠന പ്രവർത്തനത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നോടിയായി കുട്ടിയുടെ മുന്നറിവ് പരിശോധിക്കുന്നതിനും അതോടൊപ്പം തന്നെ പിന്നെ എന്താണ് മുന്നറിവ് പരിശോധിക്കൽ മാത്രമല്ല ഒരു പ്രശ്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനത്തെ പ്രവേശകം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഭാഷാപരമായി പ്രവേശകം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എൻട്രി ആക്ടിവിറ്റി മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊന്നും സന്നദ്ധതാ പ്രവർത്തനങ്ങൾ എന്നൊക്കെ ആയിരുന്നു നേരത്തെ കൊടുത്തിരുന്നത്. സന്നദ്ധതാ പ്രവർത്തനങ്ങൾ, മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, പിന്നെ മുന്നറിവ് പരിശോധിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എന്നാണ് പിന്നെ വിൻസീനയുടെ ഒക്കെ കാലത്ത് മുന്നറിവ് പരിശോധന ആയിരുന്നു. മുന്നറിവ് പരിശോധന അതൊക്കെ മാറ്റി ഇപ്പോഴത്തെ പ്രവേശകം എന്ന് പറയുന്ന പ്രവർത്തനമാക്കി കൊടുക്കും. പ്രവേശക പ്രവർത്തനം അത് കൊടുത്തിട്ട് നമ്മൾ അടുത്ത ഒറിജിനൽ പ്രവർത്തനത്തിലേക്ക് പോകും. അതൊരു ഇൻഡിവിജ്വൽ പ്രവർത്തനമായിരിക്കും. ടീച്ചർമാർ എഴുതുമ്പോൾ ഒരു വ്യക്തിഗത പ്രവർത്തനം. വ്യക്തിഗതമായി നിങ്ങൾ അന്തരീക്ഷ മലിനീകരണ സാഹചര്യങ്ങൾ ഒന്ന് കണ്ടെത്താൻ കഴിയുമോ? അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ അതിനെ എങ്ങനെ സയന്റിഫിക് ആക്കാം? ആ ക്ലാസ്സിൽ നമ്മൾ സയന്റിഫിക് ആക്കുന്നത് എങ്ങനെയാണ്? ടീച്ചർ താണ്ടി ഇപ്പം കുറച്ച് വീഡിയോസ് കാണിക്കാൻ പോകാം. ആ വീഡിയോസിലോട്ട് എല്ലാവരും നോക്കാൻ പറ്റും. അപ്പൊ അത് ഫാക്ടറിയിൽ നിന്നുള്ള പുക, പിന്നെ ദുഃഖത്തെ ഭവിക്കുന്ന കുറച്ച് ചപ്പിയവർ തൂക്കിയിരിക്കുന്ന ചില ദൃശ്യങ്ങൾ, വളരെ മോശമായിട്ട് പുക തുപ്പിക്കൊണ്ട് പോകുന്ന കുറെ വാഹനങ്ങളുടെ ചിത്രങ്ങൾ, ഇതെല്ലാം വീഡിയോ ദൃശ്യങ്ങളായിട്ട് കാണിച്ചിട്ടാണ് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി. നമ്മുടെ പ്രദേശത്ത് ഇതുപോലെയുള്ള മലിനീകരണങ്ങൾ സംഭവിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം മലിനീകരണമാണ് സംഭവിക്കുന്നത്. അപ്പൊ വ്യക്തിഗത പ്രവർത്തനം, അവര് വ്യക്തിഗത പ്രവർത്തനം കണ്ടെത്തുന്നു പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരെ നമ്മൾ സംഘങ്ങളാക്കുമ്പോൾ അവിടെ സഹവർത്തിത, സഹകരണാത്മക പഠനത്തിലൂടെ അവനറിയാവുന്ന കാര്യം ഇവനിലേക്കും ഇവനറിയാവുന്ന കാര്യം അവനിലേക്കും 4 പേരടങ്ങുന്ന ഗ്രൂപ്പാണ്. അങ്ങനെ ഷെയർ ചെയ്ത് കാര്യങ്ങൾ, അന്തരീക്ഷ മലിനീകരണ സാഹചര്യങ്ങൾ കുറച്ച് ഒന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് അവരൊരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് ഇത് അവതരിപ്പിക്കുന്നു. അവിടെ സഹവർത്തിത സഹകരണാത്മക പഠനം നടക്കുന്നു. എന്നിട്ട് തീർച്ചയായിട്ടും ഇതിനിടയ്ക്ക് ടീച്ചർ ചില വിലയിരുത്തലുകൾ നടത്തുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവസാനം ടീച്ചർ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ടീച്ചർ തയ്യാറാക്കിയിട്ടുള്ള അന്തരീക്ഷ മലിനീകരണ സാഹചര്യങ്ങൾ ഹെഡിങ് എഴുതി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പിനകത്താണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്താണെങ്കിൽ അവിടെ, സ്ക്രീനിനകത്താണെങ്കിൽ അത് പ്രസന്റ് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ എല്ലാം ബുക്കിലുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല എങ്കിൽ ഇതൊന്നും മെച്ചപ്പെടുത്തിയിട്ടില്ല, നിങ്ങളുടെ ബുക്കിലേക്ക് രേഖപ്പെടുത്തണമെന്ന് പറയുന്നു. അതിനുശേഷം പറയാം, ഇത് കൂടാതെ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് മറ്റെന്തെല്ലാം മലിനീകരണ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് നോക്കണം. അത് നോക്കിയിട്ട് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിലേക്ക് അതൊന്ന് കുറിക്കാന്ന് പറയുമ്പോൾ നമ്മൾ 45 മിനിറ്റത്തേക്കുള്ള ഒരു ടീച്ചർമാരോട് അവസാനിക്കുന്നു. അപ്പൊ അന്തരീക്ഷ മലിനീകരണ സാഹചര്യങ്ങൾ കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുന്നു അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ പഠനം. ഇതാണ് ആക്ച്വലി ഇപ്പൊ നമ്മുടെ ഫീൽഡിലുള്ള ഒരു 5ാം ക്ലാസ്സിൽ ഉള്ള ടീച്ചർമാർ. 5ാം ക്ലാസ്സിൽ ഇപ്പോൾ ഓടുന്ന ഒരു ടീച്ചർമാരുടെ സാമ്പിളാണ്. ഇതിനനുസരിച്ച് ഇത് മനസ്സിൽ വെച്ചിട്ടാവും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏത് ടോപ്പിക്ക് പറഞ്ഞാലും ഈ പഠന പാലിക്കത്തക്ക തരത്തിൽ നിങ്ങളൊരു ക്ലാസ് തന്നെ എടുത്ത് കാണിച്ചാൽ മതി. അപ്പോ ശരിയായിരിക്കും, കുഴപ്പമൊന്നുമില്ല. ധൈര്യമായിട്ട് പാസേജ് പഠിപ്പിക്കുക, പോയിന്റ് പഠിപ്പിക്കുക, ഓരോരോ പ്രവർത്തനങ്ങൾ അനുയോജ്യമായി കണ്ടെത്തി അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാൻ പറയുന്നത്. ഇത് ഗ്രന്ഥത്തിൽ ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ടോ? വിഷ്ണുവിനെയൊക്കെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചോ? ഇല്ല, വിഷ്ണു സാർ എടുത്തില്ല. 1 or 2 പേരെ കൊണ്ട് എടുപ്പിച്ചതായിട്ട് അറിഞ്ഞു. അത് വ്യക്തമായില്ല. ഇന്നത്തെ അനുഭവത്തിലാണെന്ന് തോന്നുന്നു. അവരുടെ അനുഭവങ്ങൾ കിട്ടിയിട്ടില്ല. ആരെങ്കിലും അറിയാമെങ്കിൽ പറയണേ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നിങ്ങള് പ്ലാൻ ചെയ്തിരുന്ന ക്ലാസ് ഒക്കെ പറഞ്ഞാൽ മതി. എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? ടോപ്പിക് കൊടുക്കുന്നു. അതിന് ടോപ്പിക് ഇങ്ങോട്ട് പറയും. ചെറിയ ടോപ്പിക്ക് പറഞ്ഞിട്ട് അത് എങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നിയമസഭയെ കുറിച്ച് നിങ്ങൾ ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചു. നിയമസഭ എന്നുള്ള ആശയം കുട്ടികൾ എത്തിക്കാനായിട്ട് നിങ്ങൾ എങ്ങനെ ക്ലാസ് എടുക്കുമെന്നുള്ളത്
3-ാം ക്ലാസ്സിൽ അങ്ങനെ ഒരു പാഠമുണ്ട് സാറേ. ഇത് പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് പരിസര പഠനം ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യാനൊന്നും പറ്റിയില്ല ഇതുവരെ. നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവരോട്. എങ്കിലും നിയമസഭയുടെ പാഠമുണ്ട്. മലയാളത്തിലാ അല്ലേ? ആണല്ലേ? അമൃത ടീച്ചർ അയച്ചു തന്ന എനിക്ക്. നിലവിൽ ഇപ്പൊ ഓടുന്ന ടെക്സ്റ്റ് ബുക്കിനകത്ത് ഏതൊക്കെ പാഠങ്ങൾ എന്തിനെയൊക്കെ കുറിച്ച് പരാമർശിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങളൊന്ന് രൂപീകരിച്ച് വെച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം ചില ചോദ്യങ്ങൾക്ക് നമുക്ക് വളരെ ബുദ്ധിപരമായി മറുപടി പറയാൻ നിങ്ങളെ സഹായിക്കും. സംശയം വേണ്ട. പാഠപുസ്തകം നോക്കിയപ്പോഴേ ഇപ്പൊ നമ്മള് ഈ ഹരിതകർമ്മ സേന ഉണ്ടല്ലോ, അവരുടെ പ്രവർത്തനങ്ങൾ വരെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 3-ാം ക്ലാസ്സിലെ മലയാളത്തിന്റെ പാഠപുസ്തകത്തിൽ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ വരെ അതിൽ കൊടുത്തിട്ടുണ്ട്. സാമൂഹിക ഒത്തിരി സ്ലോട്ടുകൾ പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. അല്ല, കറക്റ്റ് ഈ സമൂഹത്തിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളെയും ഉൾപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ഏറ്റവും നല്ല ഇംപ്രഷൻ ഉള്ള ഒരു പുസ്തകം, നമുക്ക് നന്ന് തോന്നുന്ന ഒരു പുസ്തകം. അതാണ് എല്ലാ പുസ്തകവും. അതുപോലെ നേരത്തെ ആൺജോലിയായിട്ടും പെൺജോലിയായിട്ടും തിരിച്ചിരുന്ന കാര്യങ്ങളുണ്ട് ജോലികളില്, തൊഴിലുകളില്. അതൊക്കെ മാറി അച്ഛൻ അടുക്കളയിൽ നിൽക്കുന്നു, പാചകം അച്ഛൻ ചെയ്യുന്നു, അമ്മ കുട്ടിയെ വന്ന് വിളിക്കുന്നു. ഇലക്ട്രീഷ്യൻ ആയിട്ട് സ്ത്രീകള്, പെയിന്റ് ചെയ്യുന്ന സ്ത്രീയുടെ ചിത്രം, പെയിന്റ് അടിക്കുന്ന, അങ്ങനെ. അച്ഛനും അമ്മയും ഒന്നിച്ച് ജോലി ചെയ്യുന്നതെന്നുള്ള ആശയം കുട്ടിയിൽ ഉപയോഗിക്കത്തക്ക രീതിയിൽ പണ്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു, അമ്മ പാത്രം കഴിയുന്നു എന്ത് ജെൻഡർ? പിന്നെ അച്ഛനെന്താ ജോലിക്ക് പോകുന്നു, അമ്മയോ അടുക്കള ജോലി ചെയ്യുന്നു. പരസ്യം ഉണ്ടെങ്കിൽ പണ്ട് പോലെയുള്ള ഒരു സങ്കല്പം അതാണല്ലോ. അതിനകത്ത് നമ്മൾ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് പേര് കൊടുത്തു. അതായത് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ആളാണ്, അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ആളാണ്. അച്ഛൻ അധ്വാനിച്ച് കാശുമായി വരേണ്ട ആളും, അച്ഛൻ എല്ലാ ദിവസവും ജോലിക്ക് പോയി അധ്വാനിച്ച് കാശുമായി വരേണ്ട ആളും, അമ്മ അടുക്കളയുമായി ബന്ധപ്പെട്ട പണികളൊക്കെ ചെയ്ത് വീടൊക്കെ ഭംഗിയായി സൂക്ഷിച്ചു വെക്കുന്ന ആളായി മാറേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു പഴയകാല ജെൻഡർ സങ്കല്പമുണ്ട്. അതിനെയാണ് നമ്മൾ ഇപ്പോഴും ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ആ സ്റ്റീരിയോ ടൈപ്പായിട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. ഓക്കെ, ഇവിടെ പിന്നീട് ഞാൻ പറയാൻ പോകുന്നത് വേറൊരു കാര്യം എന്റെ ഓർമ്മയിലേക്ക് വന്നു. ഇത് പറഞ്ഞു വെച്ചിരുന്ന സന്ദർഭത്തിൽ അത് നിയമസഭയുടെ കാര്യം പറഞ്ഞപ്പോഴാണോ? നിയമസഭ നിയമസഭയുടെ കാര്യം പറഞ്ഞപ്പോഴും ഹരിതകർമ്മസേന പിന്നെ അവിടെ ഹരിതകർമ്മസേനയായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് മെമ്മറിയിലേക്ക് അന്നേരം വന്നത്. സംസാരിച്ചപ്പോൾ അത് മെമ്മറിയിൽ നിന്ന് പോയി. ഓക്കെ, അത് ഇനിയുള്ള ചർച്ചയിൽ വരും. ഈ ശാസ്ത്ര പഠനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പരിസര പഠനമൊക്കെ പഠിക്കുന്നതിന്റെ ലക്ഷ്യം സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന പരിസര പഠനം ശാസ്ത്രീയ മനോഭാവം രണ്ട് വാക്കിലൊക്കെ കിട്ടി. ഒന്ന് അവബോധവും ഒന്ന് മനോഭാവവും. അങ്ങനെയാണെങ്കിൽ ഒന്ന് വിജ്ഞാനമാണ്. അവബോധം എന്ന് പറയുന്നത് വിജ്ഞാനമാണ്. മനോഭാവം എന്ന് പറഞ്ഞാൽ മനോഭാവത്തിൽ തന്നെ ശാസ്ത്രീയ മനോഭാവം. ഇങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം വരാൻ സാധ്യത. എന്താണ് ശാസ്ത്രീയ മനോഭാവം? സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ സയന്റിഫിക് ടെമ്പർ ഏതൊരു കാര്യത്തെയും വിമർശനാത്മകമായും ശാസ്ത്രീയമായും ചിന്തിച്ച് അതിന്റെ വസ്തുതകളെ മനസ്സിലാക്കി ശാസ്ത്രീയമായി നോക്കിക്കാണുന്ന ആ ഒരു രീതി. സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് ശാസ്ത്രവുമായി മാത്രം ബന്ധപ്പെട്ട വാക്കാണ് അല്ല. കാരണം ഈ അതൊരു പൊതുവാക്കാണ്, വിഷയമാണ്. കാണപ്പെട്ടു എന്ന് കേൾക്കുമ്പോ സയന്റിഫിക് ടെമ്പർ അല്ല. സയന്റിഫിക് ടെമ്പർ ഉള്ള ഒരു വ്യക്തിയാണ് ചെല്ലില്ല. സയന്റിഫിക് ടെമ്പർ അതാണ് ഒരു എന്ന് പറഞ്ഞാൽ അതൊരു സയന്റിഫിക് ബെന്റ് ഓഫ് മൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ശാസ്ത്രത്തോട് അതെ ശാസ്ത്രീയമായ ഒരു ചാരിത്രത്തിനോട് ഉണ്ടാകുന്നത്. അത് മലയാളമാകട്ടെ, ഗണിതമാകട്ടെ, സാമൂഹ്യ ശാസ്ത്രമാകട്ടെ, എന്തുമാകട്ടെ, ഏത് വിഷയമായാലും അതിനകത്ത് ശാസ്ത്രീയമായ ജീവിതം അപ്പൊ ആ ജീവിതം ഉൾപ്പെടെ വരുമ്പോഴേ അതിനെയാണ് നമ്മൾ പറയുന്നത്. ശരിക്കും ജീവിതം ഉൾപ്പെടെയുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വരുന്ന ഒരു സമീപനം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് ഇപ്പൊ അറിയാവുന്നു, പാഠപുസ്തകത്തിലുള്ളത് മാത്രം പഠിപ്പിക്കലല്ല യഥാർത്ഥത്തില് ജീവിതം കൂടി പഠിപ്പിക്കണം.
ഏതൊരു കാര്യം പഠിപ്പിക്കുമ്പോഴും ഒരു മൂല്യം കൂടി കുട്ടികൾക്ക് കിട്ടത്തക്ക രീതിയിൽ പിന്നെ സർക്കാർ കോളേജിൽ അങ്ങനെ എല്ലാ കവികളെ കുറിച്ച് പഠിക്കണം, സാഹിത്യകാരന്മാരെ കുറിച്ച് പഠിക്കണം, പിന്നെ ഗണിതശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പഠിക്കണം, ചതുർത്ഥികളെല്ലാം പഠിക്കണം. ഇതെല്ലാം പഠിക്കുന്നതിനോടൊപ്പം ജീവിതം കൂടി പഠിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ കാഴ്ചപ്പാടിനെ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഹോളിസ്റ്റിക് അപ്രോച്ച്, ഒരു ഹോളിസ്റ്റിക് സമീപനം നമ്മൾ ഇന്ന് ക്ലാസ് കൊണ്ട് സ്വീകരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഹോളിസ്റ്റിക് സമീപനം ഇതാണ്. വിഷയങ്ങളെല്ലാം പഠിക്കുന്നു, വിഷയങ്ങളിലെല്ലാം പദങ്ങൾ പഠിക്കുന്നു, വിഷയങ്ങളിലെല്ലാം പദങ്ങൾ പഠിക്കുന്നു, വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പഠിക്കുന്നു, വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പഠിക്കുന്നു, വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തത്വങ്ങൾ പഠിക്കുന്നു, വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഒരു ജനറലൈസേഷൻ അല്ലെങ്കിൽ സാമാന്യവൽക്കരണത്തിലേക്ക് എത്തിച്ചേരപ്പെടുന്നതിനോടൊപ്പം ജീവിതം കൂടി ഇതിലൂടെ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് കുട്ടിയെ എത്തിക്കുന്ന തരത്തിൽ വളരെ പിന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടി തരുന്നതാണ് ജീവിതം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകുന്നത്. ആ സമീപനത്തിനാണ് നമ്മൾ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. കുട്ടിക്ക് ഒരിക്കലും ഒരു വിഷയം പഠിക്കുമ്പോൾ ഇതെല്ലാം വിരസമായ വിഷയങ്ങളാണോ എന്ന് തോന്നാതെ ജീവിതഗതിയായിട്ട് ടീച്ചർ വളരെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് ശ്രമിക്കുന്നതാണ്. ശരിക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യത്തെ അറിയാവുന്ന ഒരു വിഷയവുമായി പരസ്പരം ബന്ധപ്പെട്ട് വളരെ ഇന്റർകണക്റ്റഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സമീപനത്തെയാണ് ഹോളിസ്റ്റിക് സമീപനം എന്ന് പറയുന്നത്. ഹോളിസ്റ്റിക് പറഞ്ഞുകൊണ്ടാണ് ഹോളിസ്റ്റിക് സമീപനം. ഓക്കെ. ഇപ്പൊ ശാസ്ത്ര പഠന ലക്ഷ്യങ്ങൾ ഒന്ന് 5 മേഖലകളിലാക്കി കിടക്കാൻ. 1 വിജ്ഞാനം, 2 പ്രക്രിയ, 3 പ്രയോഗം, 4 സർഗാത്മകത, 5 മനോഭാവം. ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ ലക്ഷ്യമെല്ലാം നേടുന്നത് അറിവ് കിട്ടണം, വിജ്ഞാനം. വിവിധ പ്രക്രിയകൾ ഈ കടന്നു പോകണം. മാനസിക പ്രക്രിയ, ഒരുപാട് മാനസിക പ്രക്രിയയിലൂടെ കടന്നു പോകണം. 2 മൂന്നാമത് അത് മാത്രം പോരാ, സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കി കൊണ്ടുപോയി പ്രയോഗിക്കും. ജീവിതത്തിൽ അത് പ്രയോഗവൽക്കരിക്കും. സയന്റിഫിക് ടെമ്പർ. സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ടെർമിനോളജി ആരുടെ വാക്കാട്ടാ പറയുന്നത്? ജവഹർലാൽ ഇന്ത്യയെ കണ്ടെത്തുന്ന പ്രദേശത്തിന്റെ പ്രസിദ്ധത. ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഏറ്റവും വളരെ മനോഹരമായ ഒരു വാക്കാണ് സയന്റിഫിക് ടെമ്പർ, പ്രയോഗം. ഈ സയന്റിഫിക് ടെമ്പറിന്റെ ഒരു ഭാഗമാണ് ഈ ശാസ്ത്രീയമായി പ്രയോഗിക്കുക എന്ന് പറയുന്നത്. ശാസ്ത്ര പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടാ. മറ്റൊന്ന് സർഗാത്മകത. സർഗാത്മകതമാണ് ഒരു മോട്ടറിന്റെ കാര്യം. സയൻസിൽ മോട്ടറിന്റെ പിന്നെ കാര്യം പഠിപ്പിച്ച് മോട്ടർ ഇങ്ങനെയാണ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത് ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കുമെന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പുതിയ മോട്ടർ കൺസ്ട്രക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയുടെ സർഗാത്മകം. ഇതൊക്കെ കഴിയുമ്പോഴത്തെ അവസാനം അവന്റെ മനോഭാവം കൂടെ ചേഞ്ച് ചെയ്യും. മനോഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്. 5 മേഖലകളാണ് പറഞ്ഞത്. വിജ്ഞാനം, പ്രക്രിയ, പ്രയോഗം, സർഗാത്മകത, മനോഭാവം. വിജ്ഞാന മേഖല അല്ലെങ്കിൽ വിജ്ഞാന മേഖലയിലുള്ള ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. നോളജ് ഡൊമൈനാണ്. 2 പ്രക്രിയ മേഖല, പ്രോസസ് ഡൊമൈനാണ്. 3 പ്രയോഗ മേഖല, ആപ്ലിക്കേഷൻ ഡൊമൈനാണ്. 4 സർഗാത്മക മേഖല അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഡൊമൈനാണ്. 5 മനോഭാവ മേഖല അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിനൽ ഡൊമൈനാണ്. ഈ 5 മേഖലകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് നമ്മൾ കുട്ടികളെ പരിസര പഠനവും ശാസ്ത്ര പഠനവും പഠിപ്പിക്കുന്നത്. പരിസര പഠന ശാസ്ത്ര പഠന ലക്ഷ്യങ്ങൾ വിജ്ഞാനം, പ്രക്രിയ, പ്രയോഗം, സർഗാത്മകത, മനോഭാവം. എവിടെ എടുത്ത് നോക്കിക്കോളൂ. നിങ്ങളൊക്കെ ടീച്ചേഴ്സായിട്ട് പരിസര പഠനവും ശാസ്ത്രവും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവയൊക്കെ അറിവ് കിട്ടിയിട്ടുണ്ടാവും. പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. മാനസിക പ്രക്രിയ കുട്ടി പ്രയോഗിച്ചിട്ടുണ്ടാവും. കുട്ടി സർഗാത്മകതയിലും ഇതൊക്കെ കഴിഞ്ഞിട്ട് സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, പ്രത്യേകം പരിസരമാണ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ഇടപെടൽ കൊണ്ട് കുട്ടിയുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഈ 5 മേഖലകളിലായിട്ടാണ് ശാസ്ത്ര പഠന പരിസര പഠന ലക്ഷ്യങ്ങൾ ഡിവൈഡ് ചെയ്ത് ഇപ്പോൾ ചോദിച്ചിട്ടാണ് പറയുന്നത്. ശബ്ദക്കാരനെ ബഹളക്കാരനായ വ്യക്തിയെ എങ്ങനെ ക്ലാസ്സിൽ നിങ്ങൾ നിലനിർത്തും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നലെ ഒരു കുട്ടി രാത്രി ഒരു മെസ്സേജ് വിട്ടിട്ട് എന്നോട് ചോദിച്ചാണ്, കേസ് സ്റ്റഡി നടത്തിയ പോലെ സാറേ ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ മറുപടി പറയാം.
ആ കുട്ടിയെ ക്ലാസ്സിൽ ഉത്തരവാദിത്തപരമായ ചുമതലകൾ ഏൽപ്പിക്കാം. പിന്നെ അവനെ കൂടുതൽ നല്ലതാണ് നമുക്ക് ബാക്കിയുള്ളവരുടെ മുമ്പിൽ അവനെ മോട്ടിവേഷൻ ചെയ്യും. നല്ലതാണെന്ന് തോന്നത്തക്ക തരത്തിലുള്ള ചില ഏർപ്പെടാൻ ചെയ്യാം. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ അവിടെ നിരുപാധിക പരിഗണന, ആ വാക്ക് പറയുന്നത് നിരുപാധിക പരിഗണന, അൺകണ്ടീഷണൽ ആയിട്ടുള്ള അപ്രൂവൽ ആയിട്ട് ക്ലാസ് കൊടുക്കാതെ ഒരു കണ്ടീഷൻ ഇല്ല, അവനെ എല്ലാത്തിനും പരിഗണിക്കാം. ഒന്ന് നിരുപാധിക പരിഗണന, രണ്ട് ഈ പറഞ്ഞത് ചുമതല അടക്കുന്നതില്ല, വിവിധ തരത്തിലുള്ള ചുമതലകൾ അവരെ ഏൽപ്പിക്കാം. ക്ലാസ് റൂമിലെ ചില സംഘടനകളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ആ കുട്ടിയെ സഹായിക്കാം. ടീച്ചറ് മറ്റുള്ള കുട്ടികളെക്കാൾ കുറച്ചുകൂടി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ അവന് സൃഷ്ടിക്കണം. ഈ കേസ് സ്റ്റഡി എപ്പോഴാണ് നടക്കുന്നത്? കേസ് സ്റ്റഡി ഒരു കുട്ടി വെള്ളക്കാരനാകുമ്പോൾ ഉടനെ കേസ് സ്റ്റഡിക്ക് ടീച്ചർ പോകും. മറ്റുള്ളവരെ നിരീക്ഷിച്ചമായ ഒരു നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ് കൊടുക്കാം. ഋണപ്രബലനം മലയാളം, ഋണപ്രബലനം അല്ലെങ്കിൽ നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ് കൊടുക്കാം എന്ന് പറഞ്ഞാല് ശിക്ഷയല്ല. പണിഷ്മെന്റ് നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ് ഒന്നാണ് രണ്ടാണ്? രണ്ടാണ്. ഒന്നൊഴിവാണ്ട ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കി കൊടുത്തുകൊണ്ട് കൊടുക്കുന്നതാണ് നെഗറ്റീവ്. ഇതെല്ലാം വയറ്റി നോക്കിയിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് അവൻ ആഗ്രഹം എവിടെ ഇരിക്കാൻ, അങ്ങനെ പുറകിലിരിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. പുറകിലിരിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? ബഹളം ഒഴിവാക്കട്ടെ. അപ്പൊ ആ ബഹളം ഒഴിവാക്കുന്നതിന് ഒരു ശിക്ഷയും കൊടുക്കണ്ട, ഒരു പണിഷ്മെന്റ് ആയിട്ട് തോന്നുകയില്ല. എനിക്ക് ടീച്ചറെ പുറകിലിരിക്കണം അവർ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ബഹളം ഉണ്ടാക്കാതിരുന്നതിനൊക്കെ പുറകിലേക്ക് വിടും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരും. അപ്പൊ നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ് ആകാം. വഴക്കാരനായ കുട്ടിയെ ഒരു നെഗറ്റീവ് റീൻഫോഴ്സ് പണിഷ്മെന്റ് നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ് ആകാം. നിരുപാധിക പരിഗണന നൽകാം, ചുമതലകൾ നൽകാം, ഗ്രൂപ്പ് ലീഡറൊക്കെ ആക്കാം. പിന്നെ പറഞ്ഞിട്ടായിരുന്നു മോട്ടിവേഷൻ കൊടുക്കാം, അവനെ അഭിപ്രായത്തിനാക്കാം, പല കാര്യങ്ങളും മോട്ടിവേറ്റ് ചെയ്യാം. അതെ അതെ, എന്നെ മറ്റുള്ള കുട്ടികളെക്കാൾ നന്നായിട്ട് ടീച്ചർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള തോന്നലുണ്ടാവത്തക്ക തരത്തിൽ ടീച്ചർ ബിഹേവ് ചെയ്യണം. അത്തരത്തിലാണ്. അങ്ങനെയൊക്കെ നമുക്ക് വേളക്കാരെ ക്ലാസ്സിൽ പറയാം. എന്താണ് ബ്ലൂ പ്രിന്റ്? എന്താണ് ബ്ലൂ പ്രിന്റ്? ഒരു പരീക്ഷ നടത്തുന്നതിന് ബ്ലൂ പ്രിന്റ് ആവശ്യമുണ്ട്. അതോ എക്സ്പെർട്ട് ടീച്ചറിന്റെ പരീക്ഷ പുസ്തകം നേരിട്ടാണ് പരീക്ഷ നടത്താമോ, അതോ ബ്ലൂ പ്രിന്റ് വേണം? എന്തൊക്കെയാണ് കുട്ടികൾ ചോദിക്കേണ്ടത് മുൻകൂട്ടി ഒരു ധാരണ ഈ ബ്ലൂ പ്രിന്റ് 3 ഡയമെൻഷനിൽ വെച്ചിട്ടുണ്ടല്ലോ, ഒരു ത്രിമാന ചിത്രീകരണമാണ്. 3 ഡയമെൻഷനിലാണ് ബ്ലൂ പ്രിന്റ്. അങ്ങനെയാണെങ്കിൽ എല്ലാ തരക്കാരെയും നമ്മളിപ്പോ ഒരു ബ്ലൂ പ്രിന്റ് എടുക്കുന്നു. ബ്ലൂ പ്രിന്റ് എടുത്ത് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ 3 കാര്യങ്ങൾ അതിനകത്ത് പഠിക്കുകയും കിട്ടുവാണ്. ഒന്ന്, അതിന്റെ കണ്ടന്റ്, ഏത് കണ്ടന്റ് നിന്ന് ഏത് യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്നുള്ളത് നമുക്ക് പറയാം. രണ്ട്, എത്ര മാർക്കിന് ചോദിക്കുന്നത് അറിയാം. 3, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് അറിയാം. ഇപ്പൊ ഒബ്ജക്റ്റീവ് കണ്ടന്റ്, അതിന്റെ സ്കോർ, ഒബ്ജക്റ്റീവ് കണ്ടന്റ് സ്കോർ, ഇവ 3 ഒറ്റ നോട്ടത്തിൽ നമുക്ക് ബ്ലൂ പ്രിന്റിൽ നിന്ന് കിട്ടും. ഇന്ന യൂണിറ്റിൽ നിന്നും ഇന്ന ഒബ്ജക്റ്റീവിന് വേണ്ടി ഇത്ര മാർക്കിന്റെ ചോദ്യം ചോദിച്ചിരിക്കുന്നു എന്നൊറ്റ നോട്ടത്തിൽ അറിയാവുന്നതുകൊണ്ടാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതിന് തൊട്ട് മുന്നോടിയായി ത്രിമാന ചിത്രീകരണം 3 ഡയമെൻഷനിലാണ്. ഒരു എക്സ്പെർട്ട് ടീച്ചർ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാതെ പരീക്ഷ നടത്തിയാൽ കുഴപ്പമില്ല, അംഗീകരിക്കോ? ഇല്ല സാർ, തയ്യാറാക്കണം. സംസ്ഥാനത്ത് നിന്ന് നടക്കുന്ന എല്ലാ പരീക്ഷകളും ബ്ലൂ പ്രിന്റ് അടിസ്ഥാനത്തിലാണ്
പറ്റൂ. അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. അല്ലാതെ എങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക് വന്നു. ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് ആണോ നല്ലത്, അതോ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആണോ നല്ലത്? ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് ആണ് നല്ലത്. എന്താണ് പരിഗണിക്കേണ്ടത്, ഏത് രീതിയിലാണ് പരിഗണിക്കേണ്ടത് എന്ന് അറിഞ്ഞുകൊണ്ടുള്ളതായതുകൊണ്ട് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് ആണ് എൽപി തലത്തിൽ നല്ലത്. എൽപി തലത്തിൽ നല്ലത്. ഉയർന്ന ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ ടീച്ചർ മെയ്ഡ് ടെസ്റ്റിനേക്കാൾ കുറച്ചുകൂടെ ഈ മറ്റു പരീക്ഷകളൊക്കെ മറ്റ് നടക്കുന്ന പരീക്ഷകൾ, പൊതുവായ പരീക്ഷകളൊക്കെ ഒരു ടീച്ചർ മെയ്ഡ് ടെസ്റ്റിന്റെ അവസ്ഥയാണോ ഉള്ളത്, അതോ ഒരു മാനവീകൃത പരീക്ഷ എന്ന് പറയും. മാനവീകൃത പരീക്ഷ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. മാനവീകൃത ശോധകമാണ്. മാനവീകൃത ചോദനം അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. മാനവീകൃത പരീക്ഷ, മാനവീകൃത ശോധനം അല്ലെങ്കിൽ മാനവീകൃത പരീക്ഷ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്. അതാണല്ലോ പൊതുവായി നടത്തുന്ന പരീക്ഷകളൊക്കെ. അത് എഴുതാൻ പ്രാപ്തനാകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള അവസ്ഥയാണ് ലോവർ പ്രൈമറി ക്ലാസ്സുകൾ പ്രത്യേകിച്ച്. അതുകൊണ്ട് അവിടെ ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് കുട്ടിയുടെ പരാധീനതകൾ, കുട്ടിയുടെ മേന്മകൾ, കുട്ടിയുടെ കഴിവുകൾ, കുട്ടിയുടെ കഴിവുകൾ നിരന്തരമായിട്ടുള്ള കുട്ടികൾ, അതോടൊപ്പം തന്നെ സ്ലോ ലേണർ, അന്ധപരിതാക്കളായിട്ടുള്ള കുട്ടികൾ, പ്രതിഭാസമ്പന്നമായിട്ടുള്ള കുട്ടികൾ, ഇവരൊക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ടെന്ന് നന്നായിട്ട് അറിയാവുന്നത് പൊതുവായി ടെസ്റ്റ് പേപ്പർ തയ്യാറാക്കുന്നവർക്കെല്ലാം ടീച്ചറിനായതുകൊണ്ട് ഒരു ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിനേക്കാൾ കുറച്ചുകൂടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇഫക്റ്റീവ് ആയിരിക്കും. സാറേ അതെ, സാറിപ്പോ പറഞ്ഞപ്പോ തോന്നിയൊരു തോന്നലാണ്. നമുക്ക് ആദ്യ 2 പരീക്ഷകള് ഉണ്ടല്ലോ, ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും വരുന്നുണ്ടല്ലോ, അവ ടീച്ചർ മെയ്ഡ് ആക്കിയ ശേഷം അധ്യയന വർഷത്തിന്റെ അവസാനത്തിലേക്ക് കുട്ടിയെ പ്രാപ്തനാക്കിയ ശേഷം സ്റ്റാൻഡർഡൈസ്ഡിലേക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെത്തിക്കുന്നു. അല്ല, അത്തരത്തിൽ നമുക്ക് പറയാമോ പൂർണ്ണമായും സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് വേണ്ട എന്നതാണോ? ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞ് പറയാം. അങ്ങനെ പറഞ്ഞൊരു സബ്ജക്റ്റിവിറ്റി വരാൻ സാധ്യതയില്ലേ? എന്റെ കുട്ടി ഈ ചോദ്യങ്ങളൊക്കെ മതി, അല്ലെങ്കിൽ അവർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന പിന്നെ ടീച്ചറിന്റെ ചിന്താഗതി ഇതിനെ നെഗറ്റീവായിട്ട് ബാധിക്കില്ല എന്ന് പറയുന്ന ചോദ്യം ചോദിക്കും. കുട്ടിയുടെ ആത്മവിശ്വാസമാണ് നമ്മൾ പ്രൈമറി തലത്തിലെ ആത്മവിശ്വാസത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൂടെ? അതുകൊണ്ട് തന്നെയാണ് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതുകൊണ്ടാണല്ലോ ചോദ്യം തന്നെ മാതൃഭാഷാ പഠനം, ഈ മാതൃഭാഷയിൽ ബോധന മാധ്യമം മാതൃഭാഷ എന്ന് പറയാനുള്ള കാരണം കോൺഫിഡൻസ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാറേ, ഇത് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ EVS ഒക്കെ ഇംഗ്ലീഷ്, അതായത് സ്റ്റേറ്റ് ഇംഗ്ലീഷ് മീഡിയം? അത് പിന്നെ നമ്മള് ഇവിടെ ചോദിക്കാൻ പറ്റുള്ളൂ, മറ്റേ PhD ഇല്ല. ചോദ്യം നമ്മുടെ മനസ്സിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. എന്തിനാണ് സ്റ്റേറ്റ് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്ന ഒരു ഏർപ്പാടും ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിപ്പോ ഒരു അട്ടർ കൺഫ്യൂഷൻ ഇപ്പൊ ആണല്ലോ സ്കൂളുകൾ. കാരണം മലയാളം മീഡിയത്തിൽ 5 കുട്ടിയില്ല. അത് മാറ്റാനാണ് അത്. പിന്നെ എല്ലാത്തിനും സാറേ, പിന്നെ ഇതിന്റെ നല്ല വശങ്ങളും ഉണ്ട്. സ്കൂളിലേക്ക് വരില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിച്ചു. അതാണ് സർക്കാർ അതുകൊണ്ട് സ്വീകരിച്ചതാണ്. സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിനകത്തും എല്ലാ നിലവാരക്കാരും പരിഗണിച്ചുകൊണ്ടല്ലേ ടെസ്റ്റ് ഇടുന്നത്? എല്ലാ നിലവാരക്കാരും പരിഗണിക്കുന്ന തന്നെ ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യൻ ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടിയുടെ ഇൻഡിവിജ്വാലിറ്റി പൊതുവായി പ്രശ്നം ഒരാളുടെ ഇതിലേക്ക് വരുന്നത്. എന്റെ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്, 25 പേരാണ് പിന്നെ അവറേജ് നിലവാരത്തിൽ നിൽക്കുന്നത്. 10 പേര് പിന്നെ വളരെ സ്ലോ ലേണേഴ്സ് ആണ്. 5 പേര് മാത്രമാണ് ഡിജിറ്റലായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രതിഭാശാലികളാണ്. അങ്ങനെയാണ് ഞാൻ ഇടുന്ന ക്വസ്റ്റ്യൻ
പിന്നെ തരംതിരിവ് നടത്തി അവരതൊരു ക്രൈറ്റീരിയ കണ്ടുകൊണ്ടാണ് തയ്യാറാക്കുന്നത്. ആ ഒരു ക്രൈറ്റീരിയ അനുസരിച്ചിട്ടുള്ള നിർദ്ദിഷ്ട ക്ലാസ്സിൽ അപ്ലൈഡ് ആകുന്നില്ല. അതാണ് അതിന്റെ തകരാറെന്ന് പറയുന്നത്. ഓക്കെ, മറ്റേ ഫിക്സിനെ ചോദ്യം സാധാരണ ചോദ്യമാണ്. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റും സ്ലോ ലേണർ ആവറേജ് ഗിഫ്റ്റിനെ കണക്കാക്കിക്കൊണ്ട് തന്നെ ഒരു പെർസെന്റേജ് ഓഫ് വെയിറ്റേജ് കൊടുത്താണ് അവരത് ചെയ്യുന്നത്. ഒരു വെയിറ്റേജ് ഉണ്ട്, എല്ലാത്തിനും ഒരു വെയിറ്റേജ് 70% ആവറേജ് ചോദ്യങ്ങൾ ചോദിക്കാം, 20% പിന്നെ സ്ലോ ലേണേഴ്സിന് വേണ്ടി ചോദിക്കാം, 10% ഗിഫ്റ്റഡിന് വേണ്ടി ചോദിക്കും. അപ്പൊ ഈ ഗിഫ്റ്റഡ് പ്രതിഭാശാലികൾക്ക് വേണ്ടി ചില വാക്കുകളൊക്കെ ഒന്ന് പഠിച്ച പ്രതിഭാശാലികൾക്ക് വേണ്ടി ഇരട്ട സ്ഥാനക്കയറ്റം, ത്വരണം, ഇതൊന്നും നമ്മുടെ നിലവിൽ ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല കേട്ടോ, ഇല്ലെന്ന് തന്നെ പറഞ്ഞു. രാജ്യങ്ങൾ ആൻസർ കൊടുക്കുന്നുണ്ട്, ഇരട്ട സ്ഥാനക്കയറ്റം കൊടുക്കുന്നുണ്ട്. 6ാം ക്ലാസ്സിൽ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കാൻ ഉള്ള അറിവ് സ്വായത്തമാക്കി കിട്ടുന്നത് കാണുകയാണെങ്കിൽ 7ാം ക്ലാസ് പഠിക്കണ്ട, ഡയറക്റ്റ് 6ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിലേക്ക് കുട്ടിയെ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. കാരണം ഇരട്ട സ്ഥാനക്കയറ്റം. പിന്നുള്ളത് സമ്പർദ്ധിത കാര്യക്രമം, എൻറിച്ച്മെന്റ് പ്രോഗ്രാം. സമ്പർദ്ധിത കാര്യക്രമം അല്ലെങ്കിൽ എൻറിച്ച്മെന്റ് കരിക്കുലം, സമ്പർദ്ധിത കാര്യക്രമം. പാഠ്യപദ്ധതി സിലബസ് കാര്യക്രമം, പാഠ്യക്രമവും പാഠ്യ പദ്ധതി. മലയാളമാണ് പാഠ്യപദ്ധതി പാഠ്യക്രമം, പാഠ്യപദ്ധതി കരിക്കുലം, പാഠ്യക്രമം സിലബസ്. പാഠ്യക്രമം എന്നാണ്, സിലബസ് എന്നുള്ളത് മലയാളം പാഠ്യക്രമം, മറ്റൊരു പാഠ്യപദ്ധതി കരിക്കുലം. പാഠ്യക്രമം സിലബസാണ്. സിലബസിനേക്കാൾ കുറച്ച് വിപുലമാണ് കരിക്കുലം. കരിക്കുലം വിഭാവന ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ വിഷയ അടിസ്ഥാനത്തിൽ നേടിയെടുക്കുന്നതിന് വേണ്ടി അതിനെ ഒരു ഫ്രെയിമിലാക്കുന്നതാണ് സിലബസ് എന്ന് പറയുന്നത്. സിലബസ് കരിക്കുലത്തേക്കാൾ വിപുലമല്ല, സിലബസിനേക്കാൾ വിപുലമാണ് കരിക്കുലം. ഒരു കുട്ടി നേടേണ്ട അനുഭവങ്ങളുടെ ആകത്തുകയാണ് കരിക്കുലം അല്ലെങ്കിൽ പാഠ്യപദ്ധതി. ടോട്ടൽ എന്നാണ് ഒരു കുട്ടി വിദ്യാലയത്തിനകത്തും പുറത്തും നിന്നും ലഭിക്കേണ്ട അനുഭവങ്ങളുടെ ആകത്തുക. ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ക്ലാസ്. ക്ലാസ് റൂമിനുള്ളിലും ക്ലാസ് റൂമിന് പുറത്തുമായി നേടേണ്ട അനുഭവങ്ങളുടെ ആകത്തുക. അത് ഈ അനുഭവങ്ങളുടെ ആകത്തുക എന്ന് പറയുമ്പോൾ ഈ ഹോളിസ്റ്റിക് അപ്രോച്ച് അതിനകത്ത് കടന്നു വരും. അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ക്ലാസ് റൂമിനുള്ളിൽ വെച്ച് മാത്രമല്ല കിട്ടുന്നത്, അതിനപ്പുറത്തേക്ക് അവന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, കുടുംബത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, അച്ഛനിൽ നിന്ന് കിട്ടുന്നുണ്ട്, സമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, അവൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നെല്ലാം, അമ്പലമാകട്ടെ പള്ളിയാവട്ടെ മറ്റ് എന്ത് ആരാധനാലയങ്ങളായിക്കോട്ടെ, അവിടെ നിന്നെല്ലാം കിട്ടുന്ന ഇതിൽ നിന്നും അവൻ ജീവിതത്തെ ഒരു സയന്റിഫിക് ടെമ്പറിലേക്ക് എത്തത്തക്ക തരത്തിലേക്ക് നോക്കിക്കാണുന്ന സമീപനമാണ് ഹോളിസ്റ്റിക് സമീപനം അല്ലെങ്കിൽ ഹോളിസ്റ്റിക് അപ്രോച്ച്. ഈ മൂല്യനിർണ്ണയം ആർക്ക് വേണ്ടിയാണ്? ഇവാലുവേഷൻ ആർക്ക് വേണ്ടി? അധ്യാപകനും ഉണ്ട്. ഒരു കുട്ടിയിലുണ്ടാകുന്ന പോരായ്മകൾ തീർച്ചയായും അധ്യാപകനിലെ മാറ്റാൻ പറ്റും. അപ്പം തന്റെ പ്രവർത്തനങ്ങൾ ശരിയാണോ എന്ന മൂല്യം രക്ഷിതാവ് സമൂഹത്തിന് വേണ്ടി 4 വാക്ക് ഓർത്തിട്ടുണ്ടല്ലോ. കുട്ടിക്ക് വേണ്ടി, ടീച്ചറിന് വേണ്ടി, രക്ഷിതാവിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി. ഓണപ്പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയൊക്കെ പുതിയ പാഠ്യപദ്ധതി വന്നപ്പോൾ വേണ്ടാന്ന് വെച്ചതാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല. ഓണപ്പരീക്ഷ ക്രിസ്മസ് പരീക്ഷ ഒന്നും വേണ്ട എന്ന് വെച്ചതാണ്. രക്ഷിതാക്കൾ സമ്മതിച്ചില്ല. പ്രശ്നമുണ്ടാക്കി സമൂഹം, സൊസൈറ്റി പ്രശ്നമുണ്ടാക്കി. അങ്ങനെ വേണമായിരുന്നു. അതെ, സമൂഹത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഈ കുട്ടി ഒരക്ഷരം പഠിക്കില്ല, അതാണ് സൊസൈറ്റി അന്ന് വിളിച്ചു പറഞ്ഞത്. കുട്ടി ഒരക്ഷരം പഠിക്കില്ല. ഇപ്പോഴെങ്കിലും ചില കുട്ടികൾ പഠിക്കുന്ന ഓണപ്പരീക്ഷ ഉണ്ടായിട്ടാണ്, ഓണപ്പരീക്ഷ ഉണ്ടായിട്ടാണ് കുട്ടി എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നത്. ക്രിസ്മസ് പരീക്ഷ ഉണ്ടായിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നിർത്തലാക്കി കഴിഞ്ഞാൽ പിന്നെ പഠനമില്ല എന്ന് സൊസൈറ്റി നിലവിളിച്ചത് കൊണ്ടാണ് ഈ പരീക്ഷ വീണ്ടും പിന്നെ റീസെറ്റ് ചെയ്തത്. അങ്ങനെ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. 1994, 95, 96 കാലഘട്ടങ്ങളിൽ DPP എന്ന് പറയുന്ന പ്രോജക്ട് പ്രകാരം പരീക്ഷ ഉണ്ടാവില്ല എന്നാണ് ആദ്യം പേപ്പറിൽ വന്ന ന്യൂസ്. ഇനി പരീക്ഷയില്ല, കേരളത്തിൽ ഇനി പൊതുവിദ്യാലയങ്ങളിൽ പരീക്ഷയില്ല എന്നാണ് അന്ന് പിന്നെ മലയാള
മനോരമയൊക്കെ എഴുതിയത്. പിന്നെ അതിനകത്ത് പിന്നെ വലിയ ചർച്ചയൊക്കെ നടത്തിയാണ് അത് മാറ്റിയെടുത്തത്. ഓക്കെ, ഇനി മാർക്കാണോ നല്ല ഗ്രേഡാണ്? ഇങ്ങനെ ചോദ്യം വന്നാൽ മാർക്കാണോ നല്ല ഗ്രേഡ്? എന്തുകൊണ്ട്? നേരിയ വ്യത്യാസമാണ് കുട്ടികള് മാർക്കിൻ്റെതായ ചില ഗുണങ്ങൾക്ക് ദോഷം. നേരിയ വ്യത്യാസമേ ഉള്ളെങ്കിലും ആ വ്യത്യാസം ചില കുട്ടികളുടെ മനസ്സിൽ വലിയ ആഘാതം ഉണ്ടാക്കും. മാർക്ക് അരമാർക്ക് കൂടുതൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ഗ്രേഡിലാണെങ്കിൽ ആ നേരിയ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ എ ഗ്രേഡിലേക്ക് പോകുന്നുണ്ട്. ഒരു പ്രവർത്തനത്തിലൊക്കെ പിന്നിലേക്കാണെങ്കിൽ പോലും കുട്ടിക്ക് അത് എ ഗ്രേഡിലേക്ക് പോകാനും മാർക്ക് ഗ്രേഡാക്കുന്ന സംസ്ഥാനത്തിന്റെ അല്ല. 5 പോയിന്റ് ഗ്രേഡ് 9 പോയിന്റ്. ഈ ഗുണനിലവാരത്തിന് വേണ്ടി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംസ്ഥാനത്ത് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ഓർഡർ ആയിരുന്നതാണ്. ഒരു ഓർഡർ ആയിട്ടുണ്ട് 7ാം ക്ലാസ് മുതലുള്ള 30% മാർക്ക് ലഭിച്ചില്ല എങ്കിൽ 8ാം ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം കൊടുക്കണമെങ്കിൽ 30% മാർക്ക് അക്വയർ ചെയ്യണം. ഇതിനോട് നിങ്ങളുടെ കാഴ്ചപ്പാടില്ല. ശരിയാണ്, ശരിയായ തീരുമാനമാണ്. അല്ലേ? ആണല്ലോ. അതായത് ഈ മാർക്കൊക്കെ എഴുതി കൊടുക്കുകയും തോൽപ്പിക്കുന്നു ജയിപ്പിക്കുന്നു എന്ന് എഴുതി കൊടുക്കുകയും ചെയ്യേണ്ട ആൾക്കാരാണ് ഇത്. സാറേ, എന്റെ ഹൈസ്കൂൾ ടീച്ചറായിട്ട് ഇരുന്ന ഒരു അനുഭവം വെച്ച് പറഞ്ഞാല് അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ, അതായത് കുട്ടികൾ ഒരു നിലവാരം പുലർത്തുന്ന കുട്ടികളെ ഹൈസ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് അത്രയും വേണം എന്ന് വരുമ്പോൾ അവർക്ക് പഠനത്തിനോടൊരു ഭയം. മറ്റേത് ഞങ്ങൾ എന്ത് ചെയ്താൽ എന്താ ജയിപ്പിക്കുമല്ലോ എന്നുള്ള ഒരു മനോഭാവം ഉണ്ട് കുട്ടികൾക്ക്. അത് പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള കുട്ടികൾക്ക് ലഭിക്കും. അത് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇതേ ജയം സാധ്യമാകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാന തലത്തില് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാത്രമേ തീരുമാനമെടുത്താൽ രക്ഷിതാവ് ഗവൺമെന്റ് സ്കൂളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ എന്റെ കുട്ടി തോറ്റു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചിന്തയിൽ അവിടെ വിടാതിരിക്കും. അത് സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ CBSE സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം തന്നെ നമ്മള് ജയിപ്പിക്കുന്നു എന്നാണ്. പക്ഷെ അവിടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം താഴേക്ക് പോകുന്നു എന്നൊരു പ്രശ്നം, വലിയ പ്രശ്നം തന്നെയാണ്. കുട്ടികൾക്ക് സ്വന്തം ആശയം വ്യക്തമായിട്ട് ഭാഷാഘടനയോടുകൂടി ഒക്കെ ഒന്ന് പ്രയോഗിക്കാനോ അക്ഷരത്തെറ്റില്ലാതെ എഴുതാനോ കഴിവില്ലാത്ത കുഞ്ഞുങ്ങളാണ് ഇപ്പം നിലവിൽ ഹൈസ്കൂളിൽ ഇരിക്കുന്നത്. പക്ഷെ ഈ മാറ്റങ്ങളിലൂടെ പഠിച്ചു വന്ന കുഞ്ഞുങ്ങൾക്ക് കാര്യമായ വ്യത്യാസം ഉണ്ടാവും. അതായത് കഴിഞ്ഞ വർഷം തൊട്ടൊക്കെ ഉള്ള കുട്ടികളുണ്ടല്ലോ, 1ാം ക്ലാസ്സിൽ തന്നെ അക്ഷരം ഉറച്ച് വാക്യഘടനയൊക്കെ ഉറച്ച് തന്നെയാണ് അവര് ഇപ്പൊ സ്ഥാനക്കയറ്റം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ ഫോം അറിയില്ല, പക്ഷെ നിലവാരം അളക്കൽ ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. നമ്മളറിയാത്ത വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത് മിനിമം ലേണിംഗിന് മുന്നേ ഉണ്ടാക്കുന്ന സംവിധാനമാണ് QI. അതെ, ഈ QIP എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചർച്ച ചെയ്യുമ്പോഴും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചർച്ച ചെയ്യുമ്പോഴും QIP തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാണ് വരും. ഇപ്പൊ നമ്മൾ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ QIPയുടെ നടന്ന QIP തീരുമാനം എന്നതാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. അങ്ങനെയാണെങ്കിൽ ഈ തോൽപ്പിക്കുക എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ഗുണനിലവാരം എന്നാണല്ലോ മലയാളം പറയുന്നത്. ഗുണനിലവാരം, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ഗുണനിലവാരം മെച്ചപ്പെടുമോ? കുട്ടിയെ 7ാം ക്ലാസ്സിൽ 30% മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് തോൽപ്പിച്ചാൽ ഗുണനിലവാരം മെച്ചപ്പെടുമോ? തോൽപ്പിക്കാതിരിക്കാൻ അധ്യാപകനും ആവശ്യബോധം കുട്ടിയിലേക്ക് ഉണ്ടാക്കിയെടുത്താൽ അങ്ങനെ ഒരു പ്രശ്നം വരുമോ? പഠന
അല്ല സാറിനോടായതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. ഇതൊരു ശിക്ഷയല്ല. ഉം. പറയണം, ഇതൊരു ശിക്ഷയല്ല, ഇതൊരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. എനിക്ക് 30% മാർക്ക് കിട്ടേണ്ടതുണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് കുട്ടിയും രക്ഷകർത്താവും മാറുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞ് സമർത്ഥിക്കേണ്ടി വരും. അത് കാരണത്താൽ ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികളെ വെക്കാതിരിക്കില്ല എന്ന് പറയുന്നതിനോടൊപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ പറഞ്ഞ് സമർത്ഥിച്ച് വെക്കേണ്ട ഇത്രയും കാര്യമാണ്. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് തോൽപ്പിക്കൽ പ്രക്രിയ മാത്രമല്ല, ടീച്ചേഴ്സിന്റെയും ഒക്കെ മനോഭാവത്തിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരണം. ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഉണ്ടാവണം. എന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ ഗുണനിലവാരം ഉണ്ടാകണമെന്നുള്ള തരത്തിൽ ടീച്ചേഴ്സ് കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ തോൽപ്പിക്കൽ എന്ന് പറയുന്ന പ്രക്രിയ അല്ലെങ്കിൽ ആ വാക്കോ നമ്മൾ പറയേണ്ടി വരില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. സ്വാഭാവികമായിട്ട് ഗുണനിലവാരം വർദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു വേണം. ഈ ഒരു ചോദ്യം ഇപ്പൊ ഈ ഓർഡർ കഴിഞ്ഞ ആഴ്ചയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തോൽപ്പിക്കൽ ഗുണനിലവാരം മെച്ചപ്പെടുത്തുമോ എന്ന് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒക്കെ ജില്ലകളിൽ അങ്ങനെ ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ആ ബോർഡിൽ വന്നിട്ടുണ്ടെങ്കിൽ തോൽപ്പിക്കൽ പ്രക്രിയ അപ്പൊ പറയണം. അപ്പൊ നിങ്ങൾ പറയണം ഇതൊരു തോൽപ്പിക്കൽ പ്രക്രിയ അല്ല എന്ന് പറയണം. തോൽപ്പിക്കലല്ല, തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു വാക്കൊന്നും പറഞ്ഞിട്ടില്ല. 30% അക്വയർ ചെയ്യുന്നവരെ ഒരു പ്രൊമോഷനിലേക്ക് കൊണ്ടുപോകണം, 8ാം ക്ലാസ്സിലേക്ക് എത്താൻ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ തോൽപ്പിക്കലല്ല. ഇനി അനുജ ഇതുപോലെ വേറൊരു കാര്യം കൊടുത്തിരുന്നത്, അതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നതാണ് പറയുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങൾക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഒത്തിരി തർക്ക വിഷയങ്ങളുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ടീച്ചർ ഈ കുട്ടിയെ പ്രത്യേകം ക്ലാസ്സുകൾ എടുത്തിട്ട് മെയ് മാസം അവസാനമാകുമ്പോഴത്തെ ഒരു എക്സാമിനേഷൻ നടത്തി 30% മാർക്ക് അക്വയർ ചെയ്യുന്ന തരത്തിലേക്ക് എത്തിച്ച് ഈ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ നടക്കുന്ന എന്താണ് ഒരു പരീക്ഷയുടെ പേര് പറഞ്ഞു സേവ് പരീക്ഷ. സേവ് പരീക്ഷ കേട്ടിട്ടുണ്ടോ? അല്ലെ? സേവ് പരീക്ഷ കേട്ടിട്ട് സേവ് ആക്കിയ വേറെ മറ്റേ എന്നുള്ള ഒരു വർഷം സേവ് ചെയ്യുക എന്നുള്ള പരീക്ഷ 7ാം ക്ലാസ് മുതൽ നടത്തണം. അതിന് ടീച്ചേഴ്സ് മുൻകൈയിട്ട് വരണം. അപ്പൊ ഗുണനിലവാരം മെച്ചപ്പെടും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഈ ഓർഡർ ഇറങ്ങിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയും. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങളാണ്. ഇനി അതിന്റെ ഒരു 9:40 ആയി. ഇനി വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരെ ജോൾ ടീച്ചർ 2-3 തവണ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ കാലമായി എത്രയും കാലമായി ഇതുപോലുള്ള ജീവികളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പ്രയാസങ്ങളും ഒക്കെ അപ്പൊ ഇത് നമുക്ക് ഇന്ന് നിർത്താം. ഇനി ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് ആണ്. എനിക്ക് 5-ാം തീയതി. ഇന്ന് മറ്റേ സുനിലിന്റെ അതുകൊണ്ട് പേര് കിട്ടുമോ? അപ്പൊ എനിക്ക് ദേവപുരം ജില്ലയിലാണ്. ഗൾഫിൽ നിന്നും ഇനി എന്നത്തേക്ക് ഇങ്ങോട്ട് തിരിച്ചു വരുന്നു? മ്യൂട്ട് ഇല്ല, മ്യൂട്ട്. മോൻ 10ലാണ്. 2 ദിവസത്തേക്ക് തന്നെ വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകും. മോൻ 10ാം ക്ലാസ്സിലപ്പം. ശരി. അമ്മയൊക്കെ പിന്നെ തീവ്രമായിട്ട് മകൻ നിൽക്കാം അല്ലേ? ഓക്കെ. ബിൻസിന എന്നാണ് ഡേറ്റ്? എനിക്ക് 14ാം തീയതി കൊല്ലം ജില്ലയിൽ കോട്ടയം തന്നെ. സാർ എനിക്ക് ഫെബ്രുവരി 20ാം തീയതി. ഞാൻ ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കൂടാം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ഒന്നൊരുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല എന്ന് കരുതി നിങ്ങളൊന്നും വിഷമിക്കുന്നില്ല. എന്നാലും നമുക്കൊരു 14 എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഇത്രയും കഷ്ടപ്പെട്ടാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസിനോട് ഒരു 13 താഴ്പോവാണ്. 13 താഴ്പോവാതെ കിട്ടത്തക്ക രീതിയിൽ പെർഫോം ചെയ്യണം. അപ്പൊ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഉണ്ടാവും. അല്ല, സാറ് പറഞ്ഞ കണക്കില് പിന്നെ ദൈവവിശ്വാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിനെ ഇങ്ങനെ ആവാഹിച്ചെടുത്തോണ്ട് പോയനെ. കുപ്പിയിലാക്കി സാറ് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോന്നേ. അതുപോലെ
സ്റ്റക്കായോ? സ്റ്റക്കായി സാർ, എനിക്ക് ക്ലിയർ ആയിട്ട്. നമുക്കുള്ള കച്ച നമ്മുടെ അടുത്ത തലമുറയിലേക്ക് സ്വാഭാവികമായിട്ടും അങ്ങ് പകർന്നു പോകുന്നു. അതിനെയാണ് എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. ഒന്നിലേ മുതലേ അമ്മയും അച്ഛനൊക്കെ എന്താണോ ചെയ്തു വരുന്നത് അത് ആരും പഠിപ്പിക്കാൻ തന്നെ ഇല്ല. നമുക്കിപ്പോ അവര് സന്ധ്യക്ക് വിളക്കത്തിക്കുകയും പിന്നെ ഒന്ന് തൊഴിലൊക്കെ പോവുകയും ചെയ്യുന്നതാണ് ഞാൻ ഇതിലെ കാണുന്നത്. അത് എതിലേക്കൊക്കെ വരും. അത് എൻകൾച്ചറേഷൻ. ഇനി അക്കൾച്ചറേഷൻ അക്കൾച്ചറേഷൻ കൾച്ചറേഷൻ എന്ന് പറഞ്ഞാല് മറ്റൊരു സമൂഹത്തിലുള്ള കൾച്ചർ എന്ന് പറഞ്ഞാല് പിന്നെ സമുദായത്തിലുള്ള ഒരു കൾച്ചർ എനിക്ക് ഏറ്റവും എന്റെ കൾച്ചറിനേക്കാൾ കുറച്ചുകൂടെ സൂട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളിൽ ചില കൾച്ചർ ഉണ്ട്, അത് നമുക്ക് ഇപ്പം നമ്മൾ സ്വീകരിക്കുകയാണ്. പാശ്ചാത്യ നാടുകളിലുള്ള ഒരു കൾച്ചർ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിനെ അക്കൾച്ചറേഷൻ. നമ്മുടെ മുൻതലമുറയിൽ ഉണ്ടായിരുന്ന കൾച്ചറിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനെ എൻകൾച്ചറേഷൻ എന്ന് പറയും. ഇതാണ് ഇതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇതിനെ ഭക്തിയൊക്കെ ഉണ്ടാകാം. ഈശ്വരവിശ്വാസവും ഭക്തിയൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടാകാം എന്ന് തോന്നുന്നു. അപ്പൊ അത് മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മോനേ ഉള്ളൂ. അവനെ ഇന്റഗ്രേറ്റഡ് അപ്പർ ഇംഗ്ലീഷ് അമൃത കോളേജ് ഉണ്ടല്ലോ, നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്, പള്ളിക്കാവ്. അവിടെ ചെയ്തു 5 വർഷം ചെയ്തു. ഇപ്പം പിന്നെ ബി.എഡിന് പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്റെ പാത വേണ്ട, ടീച്ചർ പോസ്റ്റിൽ ഒക്കെ വരാനൊരു താല്പര്യം കാണിച്ചില്ല, അതുകൊണ്ട് ബി.എഡ് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു കോച്ചിങ്ങിലാണ്. അപ്പൊ ആ കോച്ചിങ്ങിൽ അവന് എന്തെങ്കിലുമൊക്കെ ഒരു 1-2 വർഷം ഒന്ന് ശ്രമിക്കട്ടെ, ഏതെങ്കിലും ഒരു ജോലിയിലൊക്കെ എനിക്ക് നേടാൻ പറ്റുമെന്നുള്ള അവന്റേതായ ഒരു കാഴ്ചപ്പാടില് അങ്ങനെയുള്ളതല്ല. സാറ് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എഴുതട്ടെ അതൊക്കെ പറയുന്നത് വളരെ അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ വേണം. എങ്കിൽ തന്നെ ഒരു ക്രീമിയായിട്ടുള്ള ടെസ്റ്റുകൾ എഴുതുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷനിലാണ്. അങ്ങനെ പോകും. വൈഫ് സീനിയർ സൂപ്രണ്ടാണ് KSEB-യില്. ഇപ്പം ഈ മെയില് 2025 മെയില് തരും. അപ്പൊ എന്റെ പാതയിലേക്ക് തന്നെ വരും. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ 2025 മെയ് കഴിഞ്ഞാൽ സാറിന് കിട്ടൂല, പിന്നെ രണ്ടുപേരുടെ യാത്രയായി. സാറേ പോവല്ലേ, ഇങ്ങനെയൊക്കെ പറയും. സാറ് ചെല്ലുമ്പോഴത്തേക്ക് പെട്ടി ഇങ്ങടൊക്കെ എടുത്തിങ്ങ് പോകും. വരട്ടെ. അപ്പൊ നല്ല വാക്കുകൾക്കും ക്ഷണത്തിനൊക്കെ സന്തോഷം. അഞ്ജലിയൊക്കെ ക്ലാസ്സിൽ 2 വർഷം പൂർണ്ണമായിട്ടിരുന്ന ആൾക്കാരാണ്. അഞ്ജലി നമ്മുടെ സ്വന്തം കുട്ടിയാണ്, നമ്മുടെ ബന്ധുവൊക്കെയാണ്. നിങ്ങളുടെ കൊച്ചു വെച്ച് ഞങ്ങളുടെ ക്ലാസ്സിൽ. അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മുമ്പ് കൂടി എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതോടെ സംസാരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സാർ, താങ്ക് യു. ഞാൻ ലീവ് ചെയ്യണേ. ഓക്കെ.